الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد عباد الله أوصيكم وإياي بتقوى الله. എന്താ സാലിഹ് ഒറ്റപ്പാലം റൈസാൻ പരിപാടി ഇല്ല, വേറെ പരിപാടി ഇല്ല. അമീറിങ്ങല്ലൂരിനൊക്കെ അറിയാലോ. എന്തെങ്കിലും പറയും, സാലിഹ് ഒറ്റപ്പാലം എന്തിനാ റൈസാൻ എടുക്കണെന്ന്? എന്താണ് ഇല്ല, ഓക്കെ, വീടിനോട് കൈ താഴ്ത്താൻ പറയും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി അദ്ദേഹത്തിന്റെ ഈ നസീഹത്ത് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഈ പരിപാടികൾ കാരണം അല്ലാഹു തആല ധാരാളം ആളുകൾക്ക് ദീനിനെ കുറിച്ച് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന്റെ ലൈവുകൾ എത്തിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു ഖിദ്മത്തായി അള്ളാഹു ഖബൂൽ ചെയ്യുകയും അതിനൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. എന്താണ് ഈ ഒരു പി എം എന്ന് ഇങ്ങനെ ഇംഗ്ലീഷല്ല അറബിയല്ല അല്ല ഇംഗ്ലീഷിൽ എഴുതാണല്ലേ? അപ്പം എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ഞാനൊക്കെ എനിക്ക് അതിനെ പോലെ ഇതറിയില്ല, പിന്നെ കാണാതെ ഈ അക്ഷരങ്ങൾ എവിടെയൊന്നും അറിയില്ല. അപ്പൊ ഈ അക്ഷരങ്ങളിലേക്ക് നോക്കി അടിക്കുക കാരണം അത് നമ്മൾ ഇതിന് മുമ്പ് അറബി ടൈപ്പ് ചെയ്യാൻ വേണ്ടി അറബി ആക്കിയിട്ടുണ്ടായിരിക്കും. അത് പിന്നെ മാറ്റാൻ മറന്നിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഉള്ളതൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്. അത് സെൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും അല്ലേ? സെൻഡ് ചെയ്തതിന് ശേഷം നോക്കുക. അയ്യാ, അപ്പൊ ആദ്യം ഒന്ന് അടിച്ചു നോക്കുക, ഒരു അക്ഷരം അടിച്ചു നോക്കുക, എന്നിട്ട് പിന്നെ അതാ നല്ലത്. അപ്പൊ ഏതായാലും ശരി, നമ്മുടെ പ്രവർത്തകന്റെ ഒരു പി എം വന്നാണ് അപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞാണ്. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് വേണ്ടി ഉസ്താദ് ഒന്ന് ക്ലാസ് റൂമിൽ പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ നെയിം പറയരുത്. നെയിം പറയാറില്ല നമ്മള്. ചില സമയത്ത് നെയിം പറഞ്ഞത് നമ്മോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആകുമ്പോൾ അവരുടെ ശ്രദ്ധ എന്ന വിഷയത്തിലേക്ക് പ്രത്യേകം തിരിയാൻ വേണ്ടി ചിലപ്പോൾ പറയാറുണ്ട്. അത്രേ ഉള്ളൂ. ഇത് നിയമം പറഞ്ഞില്ല, നിയമമൊക്കെ ഞാൻ കളഞ്ഞു ചെയ്തിരിക്കണം. വേറെ ഒന്നും അല്ല. കുറെ കടം ഉണ്ട്, കടക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓരോ പ്രശ്നങ്ങൾ ആയിട്ട് മാനസികമായി ഒരു സുഖം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടക്കെ വേഗം കൂട്ടി തരട്ടെ. കടക്കണ്ടെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങറന്നല്ലേ? കടണ്ടെങ്കിൽ ആ കടക്കാർ വാങ്ങിയ ആളുകൾക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ സാധിക്കാതിരുന്നാല് പേടിയാ നടക്കാൻ സാധിക്കൂല്ലോ. വല്ലാത്തൊരു വിഷമം തന്നെയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം നിങ്ങളുടെ കടക്ക വീട്ടി തന്ന് മനസ്സമാധാനത്തോട് കൂടി കഴിയാതെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കടം വീട്ടാനുള്ള ഹലാലായ മാർഗം അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരട്ടെ. അതിന് മാർഗങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, തസ്ബീഹ് നിസ്കാരത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹ് ചൊല്ലുമ്പോൾ തക്ബീർ എപ്പോഴാ ചൊല്ലേണ്ടത്? ഈ ചോദ്യം 2 ദിവസം മുമ്പ് വന്നതാണ്. ഇന്നലെ ഞാൻ ഇങ്ങനെ കേട്ട് വന്നാണ്. തസ്ബീഹ് നിസ്കാരത്തിലായി ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ. ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ. അപ്പൊ ആ 75 തസ്ബീഹ് എങ്ങനെ സാധാരണ കണക്കാക്കലില്ലേ? 15 തസ്ബീഹ് നൃത്തത്തില്, റുകൂഇല് 10, അപ്പൊ 25ആയി. ഇഅ്തിദാലില് 10, അപ്പൊ 35. 2 സുജൂദിനും 10 വീതം, അപ്പൊ 55. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തില് പിന്നെ 10, അപ്പൊ 65 അല്ലേ? പിന്നെ 10 കൂടി ബാക്കിയുണ്ട്. അതെപ്പോഴാ? അത് ഇസ്തിറാഹത്തിന്റെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ മുമ്പായി പിന്നെ ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തുണ്ടല്ലോ. ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10. അപ്പോ പിന്നെ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയർന്ന സമയത്ത് തക്ബീർ ചെല്ലലുണ്ടല്ലോ. ആ തക്ബീർ ചെല്ലല് ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് പോകുമ്പോഴാണോ, അതല്ല ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 തസ്ബീഹ് ചൊല്ലിയിട്ട് പിന്നീട് എഴുന്നേൽക്കുമ്പോഴാണോ? ഇതാണ് ചോദ്യം. നിങ്ങൾ ചോദ്യം മനസ്സിലാക്കണം. ശ്രദ്ധിക്കുന്നവരുണ്ടാവുമെന്ന് ഉണ്ട്. ഞാൻ ഒന്നുകൂടി ചോദ്യം പറയാ.
തസ്ബീഹ് നിസ്കാരത്തിൽ പിന്നെ 75 തസ്ബീഹ് ചെല്ലുന്ന ഒരു റക്അത്തില് അതില് 10 തക്ബീർ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലാണ് ചെല്ലുന്നത് എങ്കിൽ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാല് 2 സുജൂദും കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയ ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തത്തിലേക്കാണ്ട് പോകുമ്പോഴാണോ തസ്ബീഹ് ചെല്ലേണ്ട, അല്ല ഈ തക്ബീർ ചെല്ലേണ്ടത്? അല്ലാഹു അക്ബർ എന്നേ സുജൂദിന് എഴുന്നേൽക്കുമ്പോഴാണ് ചെല്ലേണ്ടത്? അതല്ല ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കഴിഞ്ഞ് ആ 10 തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണോ തസ്ബീഹ് ചെല്ലേണ്ടത് എന്നാണ് ചോദ്യം. അത് ചെല്ലേണ്ടത് ആ സുജൂദിൽ നിന്ന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് പോകുമ്പോഴാണ്. അല്ല ചെല്ലേണ്ടത് അവിടെ ചെല്ലുകയാണെങ്കിൽ അതാണല്ലോ ചോദ്യം. അങ്ങനെ ചോദ്യം ചോദിക്കണ അവിടെ തന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലാണ് 10 തസ്ബീഹ് ചെല്ലുന്നത് എങ്കിൽ എപ്പോഴാണ് തക്ബീർ ചെല്ലേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യകർത്താവ് അതൊക്കെ കുറിച്ച് തന്നെ ചോദിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് തസ്ബീഹ് ചെല്ലേണ്ടത്? അത് ആ സുജൂദിൽ നിന്ന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്കാണ് പോകുമ്പോഴാണ് തസ്ബീഹ് ചെല്ലേണ്ടത്. അതല്ലാതെ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞ് പിന്നീട് പിന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ല. ഫതുലിമിന്റെ ഭാഗത്ത് ഇവിടെ ഞാൻ വായിച്ചുതരാം. ഒരു മിനിറ്റ്. വയഖൂലു ഫീ കുല്ലി റക്അത്തിൻ മിൻഹാ, എല്ലാ റക്അത്തിലും തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണല്ലോ, ആ 4 റക്അത്തിലത്തെ ഓരോ റക്അത്തിലും അവൻ തസ്ബീഹ് അവൻ പറയണം 75 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താ. അപ്പൊ 15 പ്രാവശ്യം ബഅദൽ ഖിറാഅത്തി സൂറത്ത് ഓതി കഴിഞ്ഞ ശേഷം, അപ്പൊ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം 15 പ്രാവശ്യം. 10 ഫീ കുല്ലിൻ മിനർ റുകൂഇ വൽ ഇഅ്തിദാലി വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമാ. അതാ ഈ റുകൂഇലും ഇഅ്തിദാലിലും 2 സുജൂദിലും 2 സുജൂദിന്റെ ഉള്ള ഇരുത്തത്തിലും 30 വീതം. അപ്പോൾ 65 ആയത്. എപ്പോഴാ ഈ ഇതൊക്കെ ബഅദ ദിക്രിൽ വാരിദി ഫിഹ, ഇതിലൊക്കെ ചെല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം റുകൂഇ ചെല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി റബ്ബനാ ലക്കൽ ഹംദ് ഒക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ ചെല്ലേണ്ടുന്ന ദിക്റുകൾ അതൊക്കെ ചൊല്ലി കഴിഞ്ഞ ശേഷമാണ് ഈ 10 തസ്ബീഹ് വീതം ചെല്ലേണ്ടത്. ജൽസത്തുൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും 10 ഇങ്ങനെ. അപ്പൊ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 ആവുമ്പോ തക്ബീർ ചെല്ലണം. ഇൻദ ഇബ്തിദാഇഹാ, ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തെ തുടങ്ങുന്ന അവസരത്തിൽ. അപ്പൊ റുകൂഇൽ സുജൂദിൽ നിന്ന് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് ആ 10 തക്ബീർ ചെല്ലേണ്ടത്. ദൂനൽ ഖിയാമി മിൻഹാ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് പിന്നീട് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ല. മനസ്സിലായല്ലേ? വയഅതി ബിഹ ഫീ മഹല്ലി തശഹുദി, അങ്ങനെ ആവുമ്പോ പിന്നെ ഇനി രണ്ടാമത്തെ റക്അത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തല്ലോ അല്ലെ? രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് തഹിയ്യാത്താണല്ലോ. അപ്പൊ അതിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തല്ല. അപ്പൊ ആ 10 തസ്ബീഹ് എപ്പോഴാ ചെല്ലേണ്ടത്? ആ ഇരുത്തത്തിലാ ചെല്ലേണ്ടത്. ആ 10 തസ്ബീഹിനെ കൊണ്ടുവരണം ഫീ മഹല്ലി തശഹുദി, അത്തഹിയ്യാത്തിന്റെ മഹല്ലിൽ കൊണ്ടുവരണം. ഖബ്ല അത്തഹിയ്യാത്ത് ഓതുന്നതിന്റെ മുമ്പായിട്ട്, അത്തഹിയ്യാത്ത് ഓതുന്നതിന്റെ മുമ്പായിട്ട് 10 തസ്ബീഹ് ചൊല്ലുക രണ്ടാമത്തെ റക്അത്തിലും 4-ാമത്തെ റക്അത്തിലൊക്കെ. ഇതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ല രൂപം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഏത് ഇപ്പോൾ പറയാൻ പോകുന്നത് വജൂദു ജായിസാകും ജഅലുൽ 15, ആ 15 ആക്കല് 15 ഉണ്ടല്ലോ, അത് ആക്കല് ഖബ്ലൽ ഖിറാഅത്തി, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്. അപ്പൊ വജ്ജത്ത് ഓതി ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിട്ട് 15 ഇല്ല. വഹീന ആ സമയത്ത് യകൂനു അശറുൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലേണ്ടുന്ന 10 ഉണ്ടല്ലോ, അത് ചെല്ലണം എപ്പോ? ബഅദൽ ഖിറാഅത്തി, സൂറത്ത് ഓതി കഴിഞ്ഞ ശേഷം. അങ്ങനെ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നൃത്തത്തിൽ 25 ആയി. അപ്പൊ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലേണ്ടതില്ല. അതാണ് ഏറ്റവും സുഖം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജുമുഅക്ക് പള്ളിന്റെ പുറത്ത് റോഡിൽ വെച്ച് നിസ്കരിക്കാമോ? അതൊക്കെ നിസ്കരിക്കാം. ജുമുഅക്കാവട്ടെ, ജമാഅത്ത് സാധാരണ ജമാഅത്താവട്ടെ, അവർക്ക് എന്ത് ചെയ്യാം? പള്ളിന്റെ പുറത്ത് റോഡിൽ വെച്ചിട്ടും കമ്പൗണ്ടിൽ വെച്ചിട്ടും ഒക്കെ നിസ്കരിക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, 2 സൈഡിലാണ് നിൽക്കുന്നത് എങ്കിൽ, അതായത് പള്ളിയുടെ വലഭാഗത്തും ഇടഭാഗത്തൊക്കെ ഉണ്ടാവുമല്ലോ ആളുകൾ നിൽക്കുകയാണെങ്കിൽ, പുറത്ത് നിൽക്കുകയാണെങ്കിൽ
ആ പള്ളിയിലത്തെ സെഫ് ഉണ്ടാകുമല്ലോ, ആ സെഫിന്റെ നേരെ ആയിട്ടായിരിക്കണം നിൽക്കേണ്ടത്. എന്നാലേ ജമാഅത്തിന്റെ കൂടിയിട്ടുള്ളൂ. എങ്ങനെ? പള്ളിയുടെ പുറത്താണ് ആളുകൾ നിൽക്കുന്നത്. അത് പള്ളിന്റെ വലഭാഗത്തും ഇടഭാഗത്തും പിന്നിലൊക്കെ നിൽക്കുക. ഈ വലഭാഗത്തും ഇടഭാഗത്തും ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെ നിൽക്കണം? അവർ കിട്ടുന്ന സെഫ് പള്ളിയിലെ സെഫിനോട് യോജിച്ചതാവണം. ഉദാഹരണ ഇടഭാഗത്ത് ഇമാമിന് നേരെ പിന്നൊരു സെഫ് ഉണ്ട്. ആ സെഫിനോട് നേരെ ആ സെഫിനോട് നേരായിട്ട് പിന്നെന്ത് ചെയ്യുക? ആ പള്ളിന്റെ വലഭാഗത്തും ഇടഭാഗത്തും ഒക്കെ ഉള്ള സെഫ് കിട്ടുക. പുറത്തുള്ള അപ്പൊ രണ്ടായിട്ടുള്ള അകത്തുള്ള ഇതിനോട് നേരിട്ട രീതിയിൽ ആയിരിക്കണം. മനസ്സിലായല്ലോ അല്ലേ? നേരെ മറിച്ച് പിന്നിലുള്ള സഫോ പള്ളിന്റെ നേരെ പള്ളിന്റെ അവസാനത്തെ സെഫ് ഉണ്ട് അല്ലേ? ആ സെഫിന്റെ നേരെ പിന്നിൽ പുറത്ത് വേറെ സെഫ് കിട്ടുക. പുറത്ത് വേറെ സെഫ് കിട്ടുക. ഇവിടൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ പിന്നിൽ സെഫ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അത് ദൂരത്താവുമ്പോൾ പള്ളിയിലെ അവസാനത്തെ സെഫ് അല്ല, അങ്ങനെ ആ നിൽക്കല്ല. ഇമാമിന്റെ പിന്നിലുള്ള അവസാനത്തെ സെഫിന്റെയും പിന്നെ ഇയാൾ നിൽക്കുന്ന ഈ സെഫിന്റെയും കൂടി ഇടയില് 300 മുഴത്തിനേക്കാളും അപ്പുറം ഉണ്ടാവരുത്. അപ്പുറം ഉണ്ടാവുകയാണെങ്കിൽ നിസ്കാരം സഹിയാവുകയില്ല. എങ്ങനെ? ഇമാമിന്റെ പിന്നെ ഒരു സെഫ്, 2 സെഫ്, 10 സെഫ് കണക്കുണ്ടല്ലോ. അങ്ങനെ പള്ളിയിലുള്ള അവസാനത്തെ സെഫ് ചിലപ്പോൾ പള്ളിയിലെ അവസാനത്തെ സെഫിന്റെ നേരെ പിന്നെ പുറത്ത് വേണമെങ്കിൽ സെഫ് ഉണ്ടാവാം. അതിന്റെ പിന്നെ വേറെ സെഫ് ഉണ്ടാവാം. അങ്ങനെ പള്ളിന്റെ കമ്പൗണ്ടിലൊക്കെ സെഫ് വേറെ ഉണ്ടാവാം. പിന്നെ കമ്പൗണ്ട് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് ഒരു ഗ്രൗണ്ടാന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. വലിയൊരു ഗ്രൗണ്ടാണ്. അതിൽ വേറെ സെഫ് ഉണ്ട്. പക്ഷെ ഇമാമിന്റെ പിന്നിലുള്ള അവസാനത്തെ സെഫിന്റെയും ഇയാൾ നിൽക്കുന്ന ഈ ചോദ്യകർത്താവ് നിൽക്കുന്ന അയാൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അയാൾ നിൽക്കുന്ന ആ സെഫിന്റെയും കൂടി ഇടയിൽ എന്തുണ്ടാവാൻ പാടില്ല? അയാൾ നിൽക്കുന്ന സെഫ് നിങ്ങളാൽ കേട്ടാ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇമാമിന്റെ പിന്നിലുള്ള അവസാനത്തെ സെഫിന്റെയും പിന്നെ അതിന്റെ അപ്പുറം കുറച്ച് ദൂരത്ത് വേറെ സെഫ് ഇട്ടിട്ടുണ്ട്, അതിന്റെയും കൂടി ഇടയിൽ 300 മുഴത്തിനേക്കാളും അപ്പുറം ഉണ്ടാവരുത്. 300 മുഴമോ അതിന് താഴെയാണ് നിൽക്കുക. എന്നാൽ ജമാഅത്ത് സഹിയാകും, നിസ്കാരം സഹിയാകും. അത് കരുതി കൂട്ടിയല്ല നിൽക്കുക, എന്നാലും ജമാഅത്തിന് കൂലി കിട്ടുക. അതല്ല വെറുതെ കരുതി കൂട്ടി ഈ 300 മുഴത്തിന്റെ അപ്പുറം പോയി കിട്ടിക്കുക. എന്നാൽ നിസ്കാരം സഹിയാവുമെങ്കിൽ ജമാഅത്തിന് കൂലി കിട്ടൂല. ജമാഅത്തിന് കൂലി കിട്ടണമെങ്കിലേ വേറെ കുറെ പണിയുണ്ട്. 3 മുഴത്തിനേക്കാൾ അപ്പുറം സഫാവരുത്. ഇമാം ഒരു സെറ്റിന്റെയും രണ്ടാമത്തെ സെറ്റിന്റെ ഇടയുടെ 3 മുഴത്തിനേക്കാൾ അപ്പുറം ഉണ്ടായി നിൽക്കുക. എന്നാൽ തന്നെ ജമാഅത്തിന് കൂലി കിട്ടൂല. നിസ്കാരം സഹിയാകും. 300 മുഴത്തിന്റെ അപ്പുറം അല്ലെങ്കിൽ നിസ്കാരം സഹിയാകും, ജമാഅത്തിന് കൂലി കിട്ടൂല. ജമാഅത്തിന് കൂലി കിട്ടണമെങ്കിൽ അതിന്റേതായ കുറെ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. 2 സെഫിന്റെ ഇടയിൽ 3 മുഴത്തിനേക്കാൾ അപ്പുറം ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ കുറെ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ സെഫിന്റെ ഇടയിൽ വേറെ ആൾക്ക് നിൽക്കാതെ ഒഴിവുണ്ടാവരുത്. അങ്ങനൊക്കെ ഉണ്ടെങ്കിലും ജമാഅത്തിന് കൂലി കിട്ടൂല. പിന്നെ ഉസ്താദെ ഇമാമിന്റെ ഇമാമിന് എന്താണ് ഉസ്താദെ ഇമാമിനെ തുടരുന്നതിന്റെ മുമ്പ് ഇമാമിന് മറവി സംഭവിച്ചാൽ മസ്ബൂക്ക് അവസാനം സുജൂദ് ചെയ്യണോന്നാണ്. ഒരാള് ഇമാമിനോട് തുറന്നിട്ടുണ്ട്. അയാള് തുടരുന്നതിന്റെ മുമ്പാണ് ഇമാമിന് മറവി സംഭവിച്ചിരിക്കുന്നത്. അതിപ്പോ ഇമാം അവസാനം സുജൂദ് ചെയ്യുമ്പോ ഇയാൾ സുജൂദ് ചെയ്യാൻ നിർബന്ധമാണ് അല്ലേ? അതറിയാലോ. സഹവിന്റെ സുജൂദിന്റെ ഹുക്ം എന്താ? സഹവിന്റെ സുജൂദിന്റെ ഹുക്ം സുന്നത്താണ്. ചില ആളുകളൊക്കെ നിർബന്ധാന്ന് കരുതിക്കുകയാണ്. മിന്നാട് നമ്മുടെ പള്ളി ഞാൻ ഏതൊരു നിസ്കാരം നിസ്കരിച്ചിട്ട് രാത്രി ഇഷാക്കാണല്ലേ? അതെ, 4ാമത്തെ റക്കത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഇസ്തിറാഹത്തിന്റെ അടുത്തുണ്ടല്ലോ. ഞാനത് പിന്നെ 3ാമത്തെ റക്കത്തിൽ 3 റക്കത്ത് കഴിഞ്ഞ് 4ാമത്തെ റക്കത്തിലേക്ക് ഞാൻ 4ാമത്തെ റക്കത്താന്ന് കേട്ടിട്ട് അത്തഹിയാത്ത് ഓതാൻ അവിടെ ഇരുന്ന് ദേശം നേരം. അപ്പൊ ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ് കല്ല് ഞാൻ എഴുന്നേറ്റ് നിന്ന് പിന്നെ എന്നിട്ട് സുജൂദ് ചെയ്തില്ല. അപ്പൊ അവിടെ കുറുകൂറ് വെച്ചിട്ടില്ല അറബികളൊക്കെ പാടെ സൈന്റെ സുജൂദ്. അത് ഞാൻ സംഘീകരിച്ച് ഇസ്തിറാഹത്തിന്റെ യുദ്ധത്തിന്റെ കഥറിനേക്കാളും നൂറ്റെങ്കിലേ സൈന്റെ സുജൂദൊന്നും ഉള്ളൂ. ചിലവരൊക്കെ സംബന്ധിച്ച് ചിലവരല്ല, വേറെ ആൾക്കാർ ചോദിക്കണം ചോദിച്ചോക്കിയാണ് ഞാൻ
ഞാനിക്കപ്പൊ തോന്നിയത് എനിക്ക് നിങ്ങളിപ്പോ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയ ഞാൻ മുത്തഖരിജാന്ന് ഫിഖഹിൽ അറിഞ്ഞു. എനിക്കപ്പൊ അങ്ങനെ പറയാൻ തോന്നി. അങ്ങനെ അങ്ങനെയുണ്ട്. അവസാനം ഞാൻ എഴുതിണ്ടാക്കി പോയി. ഞാൻ അവിടെ എഴുതിച്ചിട്ടുണ്ടോ ആരോ മുമ്പിൽ അവതരിപ്പിച്ച വിഷയം കിതാബിന്റെ യഥാർത്ഥ ചെടിക്കാണ്ട് വായിച്ച് അവതരിച്ചപ്പോ സംഭവിച്ചതാകും. ആ കടലാസ്പുറം എത്തിയിരിക്കുകയാണ്. എന്റെ ഇബാറത്തൊക്കെ ഞാൻ എഴുതിണ്ടാക്കി ശരിയാക്കി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി ഒരാവശ്യം മുമ്പിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇസ്തത്തിന്റെ എണ്ണത്തുണ്ടല്ലോ. ആ ഇസ്രാഹത്തിന്റെ യുദ്ധത്തിനേക്കാളും അപ്പുറം നീട്ടിയതിനു ശേഷമാണ് ഒരാൾ അടുത്ത റക്കറ്റിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത്. നാലേ അതിന്റെ സുജൂസുന്നത്തുള്ളൂ. ഇസ്രാഹത്തിന്റെ യുദ്ധത്തെ നീട്ടാ അത് രണ്ട് സുജൂദിന്റെ ഇടയുള്ള യുദ്ധത്തിന്റെ അത്ര നീട്ടാ. രണ്ട് സുജൂദിന്റെ ഇടയുള്ള യുദ്ധമുണ്ടല്ലോ, ആ കഥവ് ഇസ്രാഹത്തിന്റെ യുദ്ധവും നീട്ടാം. അതിനേക്കാളും അപ്പുറം ഒരാൾ എന്ത് ചെയ്തു, മറന്നുകൊണ്ട് ഇസ്രാഹത്തിന്റെ അവിടെ ഇരുന്ന് നിൽക്കുക. എന്നിട്ടാണ് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നാലേ സഹിന്റെ സുന്നത്തുള്ളൂ. പിന്നെ അപ്പോ എന്താ പറഞ്ഞത്, ഇവിടെ എന്താ ഇവിടെ ജോലിപ്പാകാൻ കേട്ടോ. അതിന്റെ ഇടയിൽ കുറെ നീ സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പൊ അങ്ങനെ ഇരിക്കണേ ഇടക്ക് ഞാൻ ചിന്തിക്കാറ്, ഞാൻ ഈ സാധാരണ എന്റെ അടുത്ത് എന്റെ സ്നേഹിതന്മാരൊക്കെ ഇരിക്കുമ്പോ അവരോട് സംസാരിക്കുമ്പോ പലരും പറയില്ലേ, അതുമാതിരി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നിങ്ങളോടും ഇവിടെ ഇത് ഈ ലോകത്തുള്ള മനുഷ്യന്മാരോടൊക്കെ ഇങ്ങനെ അങ്ങനെ പറയാൻ തുടങ്ങിക്കണം. അതിപ്പോ ഒന്നാമത് നമുക്കിപ്പോ എന്തായാലും വേറെ ആയിട്ട് വർത്താൻ പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോ പിന്നെന്താ പറഞ്ഞത്, അപ്പൊ ഇമാമിനോട് തുടരുന്നതിന്റെ മുമ്പായിട്ടാണ് ഇമാമിന്റെ അടുക്കൽ മറവി സംഭവിച്ചത്. ഇയാള് ഇമാമിനോട് തുടരുന്നതിന്റെ മുമ്പായിട്ടാണ് ഇമാമിന് മറവി സംഭവിച്ചത്. എന്നാലത് ഇയാൾ മുവാഫിഖായ ആളാണ്. എന്നുവെച്ചാൽ മുവാഫിഖ് ഉദ്ദേശിച്ചത് അയാൾക്ക് ഇമാമ സലാം മുട്ടി കഴിഞ്ഞ ശേഷം വേറെ നിസ്കരിക്കാനൊന്നുമില്ല. ഇമാമ സലാം മുട്ടി കഴിഞ്ഞാൽ ഇയാൾക്കും സലാം മുട്ടി തന്നെയാണ്. ഇയാൾക്ക് ഇനി ഒന്നോ രണ്ടോ ഇറക്കത്ത് നിസ്കരിക്കാൻ ഇല്ലാത്ത ആളാണ് നിൽക്കുക. എന്നാ അപ്പൊ ഇമാമ സുജൂദ് ചെയ്യുമ്പോൾ ഇയാൾക്ക് സുജൂദ് ചെയ്ത് നിർബന്ധമാണ്. അപ്പൊ ആ സുജൂദോട് കൂടി കഴിഞ്ഞു അല്ലേ. ഈ ചോദിച്ച ആളല്ലേ മസ്ബൂക്കിനെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. ഇമാമ് സലാം വെട്ടി കഴിഞ്ഞാൽ ഇനി ഇയാൾക്ക് ഒന്നോ രണ്ടോ റക്കഅത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. ആ ഇയാളുടെ നിസ്കാരത്തിന്റെ അവസാനം ഈ അയാൾ പിന്നെ സഹീന്റെ സുജൂദ് ചെയ്യണമെന്നാ. എപ്പോ ഈ ഇമാമിന്റെ അടുക്കൽ നിന്നുള്ള മറവി ഇവൻ തുടരുന്നതിന് മുമ്പാണ് സംഭവിച്ചതെങ്കിൽ പിന്നെ സഹീന്റെ സുജൂദ് ചെയ്യണമെന്ന ചോദ്യം. വേണം, സുന്നത്താണ്, വേണമെന്ന്. അതാണ് സുന്നലിൽ മഅ്മൂമിന് സുന്നത്താക്കപ്പെടും സജദത്താനി രണ്ട് സുജൂദ് ഈ സഹബി ഇമാമിൻ മുതതഹിരിൻ ശുദ്ധിയുള്ള ഇമാമിന്റെ മറവിക്ക് വേണ്ടി. കണ്ടില്ലേ എന്താണല്ലേ, എത്ര ചുരുങ്ങിയൊരു ഇബാറത്ത് കൊണ്ടാണ് ആ ഒരു മുതതഹിറിൽ അത് അത്ര വെച്ചിട്ടുള്ളൂ അല്ലെ. ഈ സഹബി ഇമാമിൻ മുതതഹിരിൻ, മുതതഹിറായ ഇമാമിന്റെ മറവിക്ക് വേണ്ടി. ഇമാമിന് ഒന്നുണ്ട് വലിയ ശുദ്ധിയത്തോട്ടും ചെറിയ ശുദ്ധിയത്തോട്ടൊക്കെ ശുദ്ധിയായ ഇമാമാണ്. അങ്ങനത്തെ ഇമാമിന്റെ അടുക്കൽ മറവി സംഭവിച്ചു. എപ്പോ ഇയാൾ തുടരുന്നതിന്റെ മുമ്പായിട്ട് മറവി സംഭവിച്ചു. അപ്പൊ ഇമാമ് സുജൂദ് ചെയ്യുമ്പോൾ ഇയാൾക്ക് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്, സഹീൻ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നീട് ഇമാമിന്റെ സലാം വെട്ടി കഴിഞ്ഞ ശേഷം പിന്നീട് ഇയാൾ നിസ്കരിക്കുമ്പോൾ അയാൾ നിസ്കാരത്തിന്റെ അവസാനവും സഹീന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുമാണ്. നേരെ എന്തിനാണ് അങ്ങനെ മുതതഹിറായ ഇമാമ് എന്ന് പറഞ്ഞത്? പിന്നീട് ബോധ്യപ്പെട്ടു ആ ഇമാമിന് ഒന്നുണ്ടായിരുന്നില്ല എന്ന്. ഇയാൾ സലാം വെട്ടുന്നതിന്റെ മുമ്പായിട്ടേ ഇയാൾ എഴുന്നേറ്റ് നിന്ന് ബാക്കി ഇമാം സലാം വെട്ടി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള നിസ്കരിക്കാൻ വേണ്ടി ഈ മൗമൂമന്റെ ഈ മസ്ബൂക്കായ ആൾ എഴുന്നേറ്റ് നിന്നു. ആ എഴുന്നേറ്റ് നിന്നതിന് ശേഷം പിന്നെ മനസ്സിലായി, ഇയാൾ പിന്നെ നിസ്കാരം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പായിട്ട് മനസ്സിലായി ഇങ്ങനെ ഇമാമിന് ഒന്നുണ്ടായിരുന്നില്ല, ഒന്നുമില്ലാത്ത ഇമാമിനേറ്റാണ് ഞാൻ തുറന്ന് നിസ്കരിച്ചത് എന്ന്. എന്നാലോ ഇനി ആ ഇമാമിന്റെ മറവിക്ക് വേണ്ടി ഇയാൾ സഹീന്റെ സുജൂദ് ചെയ്യണ? വേണ്ട. അതാണ് എന്താ അത്. ഇനി വലിയില്ലാത്ത ഇമാമ് എന്നും പറഞ്ഞതില്ലേ, വലിയ ശുദ്ധിത്വത്തും ചെറിയ ശുദ്ധിത്വത്തും ശുദ്ധിയാവാത്ത ഇമാമ്, ഇനി ഔറത്ത് മറക്കാത്ത ഇമാമാണെങ്കിലോ അങ്ങനെയില്ലേ. ഇമാം ഔറത്ത് മറക്കാതെയായിരുന്നു നിസ്കരിച്ചത് എന്ന് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്?
ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷമാണ് ബോധ്യപ്പെടുന്നത് ഇമാമിന്റെ ഔറത്ത് മറച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഔറത്ത് മറക്ക തുണിക്കാതെ അങ്ങനെ അതല്ല. മുട്ടുപൊക്കന്റെ ഇടയുടെ സ്ഥലത്ത് അധികം തുണിക്കാരി കാണില്ലല്ലോ. മുട്ടുപൊക്കന്റെ ഇടയുടെ സ്ഥലത്ത് പിന്നെ ഓട്ടണ്ടായാൽ മതിയല്ലോ അല്ലെ? ശരീരത്തിന്റെ തൊലിക്ക് കാണുന്ന രീതിയിൽ ഓട്ടണ്ടായാൽ മതിയല്ലോ. എന്നാൽ തന്നെ ആള് ഔറത്ത് മറച്ചിട്ടില്ലല്ലോ. അങ്ങനെ നിസ്കരിച്ച ആളാണ്. എന്നെപ്പോഴാ ബോധ്യപ്പെടുന്നത്? ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷമാണ്. എന്നാ ഇയാൾ സെവില് സുജൂദ് ചെയ്യണ? ഇമാമിന്റെ മറവിക്ക് വേണ്ടി ആ സെവില് സുജൂദ് ചെയ്യണ? അവിടെ നിസ്കാരം തന്നെ സഹിയല്ല. അതാണ് വിഷയം അല്ലേ? എന്താണ് അവിടെ നിസ്കാരം തന്നെ സഹിയല്ലേ? അവിടെ സുജൂദല്ല, അയാളെ നിസ്കാരം തന്നെ സഹിയ. ഇമാമിന് ഉടുണ്ടായില്ലാന്ന് ഉറപ്പായി നിൽക്കുക അല്ലേ? ഉടൻ തന്നെ പിന്നെ ഇയാൾ കൈയഴിക്കണം. ഇയാളെ നിസ്കാരം സഹിയല്ല, അയാൾ വേറെ നിസ്കരിക്കണം. അതാ എന്താ രണ്ടും വ്യത്യാസം? എന്താ? രണ്ടും ഷർത്തല്ലേ? ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. ആ ഔറത്ത് മറക്കാതെയാണ് ഇമാം നിസ്കരിച്ചത്. വലിയ ശുദ്ധിയത്വം ചെറിയ ശുദ്ധിയത്വം ശുദ്ധിയാവുന്ന നിസ്കാരത്തിന്റെ ഷർത്താണ്. അതും പിന്നെ അതേ സമയത്ത് അവിടെ ഇമാം സൈവിനെ സൂചി അല്ലെങ്കിൽ മസ്ബൂഖിന് സൈവിനെ സൂചി ചെയ്ത സുന്നത്താണ്. എന്താ രണ്ടും വ്യത്യാസമുണ്ട്. ഇമാം നിസ്കാര സമയത്ത് ഇമാമിന് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നിസ്കാരം കഴിഞ്ഞ ശേഷം മൗമൂം അറിയാൻ നിൽക്കുക. ഞാൻ മൗമൂമിന്റെ നിസ്കാരം സഹിയായിരിക്കുന്നു. മൗമൂം നിസ്കാരം മറക്കി നിസ്കരിക്കേണ്ടതില്ലാന്നാ. നേരെ മറിച്ച് നിസ്കാര സമയത്ത് ഇമാമിന്റെ ഔറത്ത് ഒഴിവായിരുന്നു എന്ന കാര്യം പിന്നീടാണ് ബോധ്യപ്പെടുന്നത്. എന്നാൽ മൗമൂമിന്റെ നിസ്കാരം സഹിയുമല്ല. എന്താ കുറവില്ല തമ്മിലുള്ള വ്യത്യാസം? എന്താ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണ? ഒന്ന്, ഇമാമിന്റെ നിസ്കാരം സഹിയാവാതിരിക്കാനുള്ള കാരണം ഒന്ന് ഖഫിയാണ്, ഒന്ന് ജലിയാണ്. ഒന്ന് മൗമൂമികൾക്ക് പിന്നെ കാണാത്ത കാരണം. ഇമാമിന് ഒതുണ്ടാക്കിയുള്ള കാര്യം അറിയോ? മൗമൂമിനെ അറിയോ? നോക്കിയാൽ കാണുമല്ലോ അല്ലേ? നോക്കിയാൽ കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാമിന്റെ പിന്നെ അവിടെ ഖഫിയാണ്. മറ്റൊക്കെ അവിടുത്തെ വഴി വായിക്കുന്നത് അത് നോക്കിയാൽ കാണുന്നതാണ് അല്ലേ? അപ്പം ഇമാമിന്റെ അടുക്കുള്ള തടസ്സം, സഹിയാവാനുള്ള തടസ്സം നോക്കിയാൽ കാണുന്ന തടസ്സമാണ് എങ്കിൽ മൗമൂമിന്റെ നിസ്കാരം സഹിയാവുകയില്ല. നോക്കിയാൽ കാണാത്ത തടസ്സമാണെങ്കിലോ മൗമൂമിന്റെ നിസ്കാരം സഹിയാവും ചെയ്യുന്ന. ഇവിടെ ഇമാമിന് ഒതുണ്ടായിരുന്നില്ല അല്ലെ? പിന്നെ ഒതുണ്ടായിരുന്നില്ല എന്ന് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് മുത്തഹിറായ ശുദ്ധിയുള്ള ഉള്ള ഇമാമാണ്. ഇയാള് ആ ഇമാമിനോട് തുറന്നതിന് മുമ്പായിട്ട് അയാൾക്ക് മറവി സംഭവിച്ചു. എന്നാൽ അയാൾക്ക് ഈ മസ്ബൂഖിന് അവസാനം സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സൈന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇമാമിന്റെ മറവിക്ക് വേണ്ടി ഈ മസ്ബൂഖ് പിന്നെ സൈന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നേരെ മറിച്ച് അയാൾക്ക് ബോധ്യപ്പെട്ടു ഇമാമിന് ഒതുണ്ടായിരുന്നില്ല എന്ന്. എന്നാലോ ഇയാൾ നിസ്കാരം സഹിയാണ്. മസ്ബൂഖിന്റെ മഹ്മൂമിന്റെ നിസ്കാരം സഹിയാണ്. പക്ഷെ അയാള് സുജൂദ് ചെയ്യുകയും വേണ്ട. എന്തെല്ലാം മസലകളാണ് ഈ ഫതുൽ മീനാർ. വല്ലാതെ ചെറിയൊരു കിതാബാണ് അല്ലെ? നൈലില്ലാത്ത എന്താണത് അല്ലേ? അതാ സുന്നലി മഅ്മൂമിന് സുന്നത്താക്കപ്പെടും സജ്ദത്താനി രണ്ട് സുജൂദ് ഈ സഹീഹി ഇമാമിൻ മുതതഹിരിൻ ശുദ്ധിയുള്ള ഇമാമിന്റെ മറവിക്ക് വേണ്ടി അവന്റെ ഇമാമിന്റെ മറവിക്ക് വേണ്ടി ഉണ്ട്. ഈ ഇമാമിന്റെ മറവിക്ക് വേണ്ടിയും ഈ മസ്ബൂഖ് സഹീന്റെ സുജൂദ് ചെയ്ത സുന്നത്തുണ്ട്. പടച്ചോനെ ചിന്തിച്ചു നോക്കി. ഇവൻ തുറന്ന ഇയാളെ ഇമാമല്ല, ആ ഇമാം അതിന്റെ മുമ്പ് വേറെ ഇമാമിനെ തുറന്നിരുന്നു. ഒരാളെ ആദ്യ ഇമാമിനെ തുറന്നിരുന്നു. അയാളടുക്കൽ എന്ത് ചെയ്തു? ഒരു മറവ് സംഭവിച്ചു. അങ്ങനെ ഇയാള് പിന്നെ അയാൾ സലാം പറ്റിക്കഴിഞ്ഞ ശേഷം ഇവന് പിന്നെ രണ്ടരക്ക് നിസ്കരിക്കാണ്ടായിരുന്നു. ആ നിസ്കാരത്തിലാണ് സമയത്താണ് ഒരാൾ പോയി തുറന്നത്. അപ്പോ ഇനിയിപ്പോ ഇവൻ തുറന്ന ഇമാം സഹീന്റെ സുജൂദ് ചെയ്യൂലേ? അതുപോലെ രണ്ടാമത്തെ ആർക്കും സഹീന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തും. അപ്പൊ ഇമാമിന്റെ മറവിക്ക് വേണ്ടിയും ഇമാമിന്റെ മറവിക്ക് വേണ്ടിയും ഇനി അതിന്റെ അപ്പുറം വേറെ ആണെങ്കിൽ അയാളെ മറവിക്ക് വേണ്ടിയും ഒക്കെ ഈ അവസാനത്തെ ആൾക്ക് സഹീന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്ന് അല്ലേ? മാഷാ അല്ലാഹ്. അതിന് ജയന്തി മഹദൂം ഇട്ടൊരു ഇബാറത്തല്ലേ? എത്ര ചെറിയൊരു ഇബാറത്തില്ല. അതിന്റെ ഇടയിൽ എന്തെല്ലാം ഇപ്പൊ പറയാണ്ട് ഇപ്പൊ അവിടെ അല്ലേ? സുന്നലി മഅ്മൂമിൻ സജദത്താനി
ഈ സഹവി ഇമാമിൻ മുതതഹിരിൻ വ ഇമാമിഹി, കണ്ടില്ലേ, വ ഇമാമിഹി, അവന്റെ ഇമാമിന്റെ മറവിക്ക് വേണ്ടിയോ. അത്രേ ഉള്ളൂ. ഇനി വലവുക്കാന സഹു ഖബല ഖുദ്വതിഹി, അത് ഇവൻ തുടരുന്നതിന് മുമ്പാണ് ഇമാമിന്റെ അടുക്കൽ മറവി സംഭവിച്ചു നിൽക്കുക, എന്നാലും ശരി സഹവിന്റെ സുജൂദ് ചെയ്ത് സുന്നത്താണ് ഇവന്. എന്ന് മാത്രമല്ല വഇൻ ഫാറഖഹു, ആ ഇമാമുമായി ഇവൻ മുഫാറഖത്തിന് നിയത്ത് ചെയ്ത് വിട്ടുപിരിഞ്ഞിരിക്കുന്നു, എന്നാലും ശരി, എന്നാലും ഇവന്റെ അവസാനം ഇവന്റെ സ്കാത്തിന്റെ അവസാനം സുജൂദ് ചെയ്ത് സുന്നത്തുണ്ട്. ഈ ഇമാമിനോട് അവൻ മുഫാറഖത്തിന്റെ നിയത്ത് വെച്ച് വിട്ടുപിരിഞ്ഞിരിക്കുന്നു, എന്നാലും ശരി ഇവന്റെ നിസ്കാരത്തിന്റെ അവസാനം സൈവിന്റെ സുജൂദ് ചെയ്ത സുന്നത്തുണ്ട്. ആ പിരിച്ച ഇമാമിന്റെ മറവിക്ക് വേണ്ടി, അല്ലേ? എന്ന് മാത്രമല്ല ഔ ബഖലത്ത് സ്വലാത്തുൽ ഇമാമി ബഅദ വുഖൂഇ സഹവി മിൻഹു, ഇമാമിന്റെ അടുക്കൽ നിന്ന് മറവി സംഭവിച്ച ശേഷം ഇമാമിന്റെ നിസ്കാരം ബാത്തിലായിരിക്കുന്നു, എന്നാലും ശരി, എന്നാലും സൈവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട് ഈ മഅ്മൂമിന്, മസ്ബൂഖായ ആൾക്ക്. അതല്ലെങ്കിലോ ഇനി ഔ തറക്കൽ ഇമാമു അസ്സുജൂദ, അല്ലെങ്കിൽ ഇമാമു സൈവിന്റെ സുജൂദ് ചെയ്തിട്ടില്ല എന്നൊക്കെ, എന്നാലും ശരി മഅ്മൂമിന് അയാളുടെ നിസ്കാരത്തിന്റെ അവസാനം സൈവിന്റെ സുജൂദ് ചെയ്ത് സുന്നത്തുണ്ട്. ഇമാമ എന്ത് ചെയ്തില്ല, സൈവിന്റെ സുജൂദ് ചെയ്തില്ല നിൽക്കുക, എന്നാലും ശരി. എന്താണ് അത് കാരണം? ജബ്റൻ ഈ ഖലലിൽ ഹാസിലി ഫീ സ്വലാത്തിഹി, ഇമാമിന്റെ നിസ്കാരത്തിൽ സംഭവിച്ച ആ ഖലലുണ്ടല്ലോ, ആ പോരായ്മ, ആ പോരായ്മ പരിഹരിക്കുവാൻ വേണ്ടി ഈ മഅ്മൂം അയാളുടെ നിസ്കാരത്തിന്റെ അവസാനം സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്, ഇമാം സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും. മനസ്സിലായല്ലേ? ആയിക്കോട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, മുടി ചെയ്യുന്ന ചീർപ്പ് പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നത് കറാഹത്താണെന്ന് ഒരു പ്രസംഗത്തിൽ കേട്ടു, അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതെവിടെ ഉള്ളതെന്നും കൂടി ഞാൻ പറഞ്ഞല്ലേ, കറാഹത്താണെങ്കിലേ അതെവിടെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാൻ, അങ്ങനത്തെ ഒലീബായ മസലകളൊക്കെ ആകുമ്പോഴേ അത് ഇന്നോർത്തുണ്ടെന്ന് പറഞ്ഞാൽ സമാധാന. മുടി ചെയ്യുന്ന ചീർപ്പ് പോക്കറ്റിലേക്ക് കൊണ്ടിറക്കല് കറാഹത്താണേ. ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അത് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂല്യമാരൊക്കെ അത്ര വിഷയം വേറൊക്കെ പറയുകയാണെങ്കിൽ ഇന്നോർത്ത് ഉണ്ട് അല്ലെ, തഴവൊക്കെ അങ്ങനെയാണല്ലോ, ഇന്നോർത്ത് ഉണ്ട് എന്ന് പറയും മൂപ്പര്. ഇന്ന കിതാബിൽ ഉള്ളതാ, എത്രാമത്തെ പേജിൽ അങ്ങനെ കണ്ടതാന്നൊക്കെ പറയില്ല മൂപ്പര്. അപ്പോ അതാ രാത്രി അടിച്ചു പാല് കറാഹത്തൊന്നല്ല, അതൊക്കെ ഒരു മോശമായ ലക്ഷണമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. ഹറാമും കറാഹത്തൊന്നും അല്ലാതെ ചിലരൊക്കെ ഉണ്ട്, സംഗതി ഹറാമല്ല കറാഹത്തുമില്ല, എന്നാലൊരു മോശമാണ്, അങ്ങനെയുണ്ടല്ലോ. അതിൽപ്പെട്ടാണ് രാത്രി അടിച്ചു പാടുക, അടിച്ചുവിട്ടൊക്കെ പാടുക, ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി വെക്കുക, അതൊക്കെ അത്തരം കാര്യങ്ങൾ പെട്ടതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, എന്റെ മകന് 1.5 വയസ്സുണ്ട്. എന്റെ മകന് 1.5 വയസ്സുണ്ട്. അവന്റെ ഉമ്മ ഇപ്പോൾ ഗർഭിണിയാണ്. 5 മാസം ആവാൻ 5 മാസം. അവന് മുല കൊടുക്കുന്നതിന് എന്തെങ്കിലും ഇസ്ലാമിൽ വിലക്കുണ്ടോ? ഒരു വിലക്കുമില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർമാര് അതിന് വരെ താറാറും പറയല് ആരോഗ്യപരമായ പ്രശ്നമാകുമ്പോ അപ്പോൾ ഉള്ള വിലക്കുണ്ടല്ലോ ഇസ്ലാം, അപ്പോൾ ഇസ്ലാമിന്റെ വിലക്ക് അപ്പോൾ വരും എന്നല്ലാതെ മൊത്തത്തിൽ അങ്ങനെ ഒരു വിലക്കില്ല. ഒരു ആദിലായ ഡോക്ടർ പറയാൻ നിൽക്കുക, ഗർഭിണിയാണ്, അവൾക്ക് ഇനി കുട്ടിക്ക് മുലകൊടുക്കാൻ പാടില്ല എന്ന് ആദിലായ നീതിമാനായ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞു. അപ്പൊ പിന്നെ കൊടുക്കാൻ പാടില്ല, അപ്പൊ അത് ഹറാമാണ്, അപ്പൊ കൊടുക്കില്ല, ഹറാമാണ്. കാരണം എന്താണ്? ഈ കുട്ടിയുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അതുകൊണ്ട് തടസ്സമുണ്ടാകും, തകരാറുണ്ടാകും എന്ന് നീതിമാനായ ഡോക്ടർ പറഞ്ഞാൽ പിന്നെ സ്വയം നാശം അടയാൻ പാടില്ലല്ലോ, കുട്ടിയെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലല്ലോ, അപ്പോൾ ഹറാമോ ആകും. എന്നല്ലാതെ വേറെ അത്തരം പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഗർഭമുള്ള സമയത്ത് കുട്ടിക്ക് മഴ കൊടുക്കുക ചെയ്യുക, അതുകൊണ്ട് യാതൊരു വിരോധമില്ല. പിന്നെ പ്രസവം നിർത്തുന്നതിനെ കുറിച്ച് അഭിപ്രായം PM-യിലൂടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഫിഖ് ക്ലാസും സമയത്തും ജോലിയിലായിരിക്കും. ഞാൻ അതിന് ചെറിയ മറുപടി കൊടുത്തിട്ടുണ്ട്. ഗർഭം നിർത്തൽ ഹറാമാണ്, ഗർഭം പാടെ നിർത്തൽ അത് ഹറാമാണ്. ഒരു പെണ്ണിന് പ്രസവിക്കാൻ വയ്യാൻ നിൽക്കുക, അത് പ്രസവിച്ച അങ്ങനത്തെ ആറാണ്, അത് പ്രസവിക്കാതിരുന്നാ പോരെ, ഗർഭം നിർത്തണ. പ്രസവിക്കാതിരുന്നാൽ മറ്റല്ലേ, പ്രസവിക്കാതിരിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗമുണ്ട്. ഒന്നുകിൽ അവളുമായി ബന്ധപ്പെടാതിരിക്കാം, അല്ലേ?
ഇനി പിന്നെ ഡോക്ടർ പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ഡോക്ടർ എന്താ പറയാ, ഓൾക്ക് പ്രസവിക്കാൻ പാടില്ല എന്നല്ല പറയാ. ഡോക്ടർ അതല്ലേ പറയാ, ഇനി അവള് പ്രസവിക്കാൻ പാടില്ല. പ്രസവിക്കാൻ പാടില്ല, പ്രസവിക്കാതിരുന്ന പോലെ അവളുമായി ബന്ധപ്പെടണ്ട, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണ്ട, അപ്പോ പ്രസവിക്കാതിരിക്കാലോ. അതല്ലെങ്കിൽ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തന്നെ പിന്നെ അവന്റെ ഇന്ദ്രിയം അവരുടെ ഗർഭാട്ടത്തിലേക്ക് പോവാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചൂടെ? അങ്ങനെ സ്വീകരിക്കാലോ, അത് സ്വീകരിക്കാം. ഗർഭം പാടെ നിർത്തൽ ഹറാമാണ്. അതേസമയം താൽക്കാലികമായി ഗർഭം ധരിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. മുറ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ വേറെ താൽക്കാലികമായി മരുന്ന് ഗർഭം ധരിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് ബീജം പ്രവേശിക്കുന്ന തടയാനുള്ള പിന്നെ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലേ, ഗർഭപാത്രത്തിലേക്ക് ആ ഗർഭം ബീജം പ്രവേശിക്കാതെ അതിന്റെ വാതിലടച്ചിടല്, ആ വാതിലടച്ചിടുന്ന പരിപാടി ഇപ്പോ അങ്ങനത്തെ ഒക്കെ ചെയ്യാം. അങ്ങനല്ലേ ഹദീസില്, ഞങ്ങൾ അസ്ൽ ചെയ്യുമായിരുന്നു. ഏത് സ്ഥിതിയിൽ? ശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കെ, ഖുർആനായത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കെ ഞങ്ങൾ അസ്ൽ ചെയ്യുമായിരുന്നു. അസ്ൽ ചെയ്യാറാണ് ഇന്ദ്രിയം പോകുന്ന സമയത്ത്, പോകാനാണ് സമയത്ത് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ പറയല്ലേ, പറയാതിരിക്കാൻ ഇങ്ങനെ പറ്റുമോ, ഇങ്ങോട്ട് ഊരുക, അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും നിരോധമില്ല. പാടെ നിർത്തുക എന്ന് പറഞ്ഞാലേ പിന്നെ അവർക്ക് പ്രസവിക്കാൻ വയ്ക്കൂല. പിന്നെ അല്ലേ അവളുടെ സ്ത്രീത്വം തന്നെ നഷ്ടപ്പെടുത്തി കളയിലാണ്. അവളുടെ സ്ത്രീത്വം തന്നെ, ഒരു പെണ്ണാനെ അവർക്ക് പ്രസവിക്കാൻ സാധിക്കണ്ടേ, അതില്ലാതെയൊക്കെയല്ലേ. അത് പാടില്ല, ഹറാമാണ്. അപ്പൊ താൽക്കാലികമായി ഇല്ലാതിരിക്കാതെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം. ഇനി ഇങ്ങനത്തെ ഡോക്ടർ പറഞ്ഞത് ഇവള് പ്രസവിക്കുന്ന ദോഷങ്ങളല്ല, ഇവളുടെ ഈ പ്രസവത്തിന്റെ അവയവം ഉണ്ടല്ലോ അത് എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ രോഗം ഉണ്ടാവും, ഇങ്ങനത്തെ രോഗം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പകരയുടെ പ്രസംഗത്തിലാണെന്നാണ് അദ്ദേഹം എവിടെ കണ്ടു നമുക്കറിയില്ല. അദ്ദേഹം എവിടെയാണ് പകരന്റെ പ്രസംഗത്തിലാക്കര അത് പറഞ്ഞത്, ചീർപ്പ് കൊണ്ടിറക്കിയതെന്നേ മുപ്പരെവിടെയും കണ്ടിട്ടുണ്ടാവണം. അപ്പൊ മുപ്പരെവിടെയും കണ്ടിട്ടുണ്ടാവണം. അദ്ദേഹം ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി പറയുകയാണെങ്കിൽ വളരെ സുഖമായിരുന്നു നമുക്ക് ഒന്ന്, അല്ലേ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ വളരെ നന്നായിരുന്നു. അപ്പോ എന്തൊരു കഷ്ടം, മനുഷ്യനെ ചിരിപ്പിക്കാന്നല്ലാതെ അല്ലേ. അല്ലാ, ആൾക്കാരൊന്ന് ഓരോന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടേ ആയിക്കോട്ടെ, പിന്നെന്താണ് ഇല്ല പറഞ്ഞത്? അപ്പൊ ഒരു ഡോക്ടർ, ഒരു പ്രഗത്ഭനായ ഡോക്ടർ എന്ന് പറഞ്ഞു, ഈ സ്ത്രീയുടെ പിന്നെ ഗർഭപാത്രം എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ അവൾക്ക് അങ്ങനത്തെ രോഗം ഉണ്ടാവും, ഇങ്ങനത്തെ രോഗം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. ഞാൻ ചെയ്യാം. അത് പ്രസവിക്കാതിരിക്കാനുള്ള അതല്ല വിഷയം, പ്രസവിക്കാതിരിക്കേണ്ടല്ല വിഷയമല്ല, ഇവരുടെ ഗർഭപാത്രം എടുത്തു കളയണം, അതല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പ്രഗത്ഭനായ നീതിമാനായ ഡോക്ടർ പറഞ്ഞു നിൽക്കുക. എന്നാൽ ആ ഗർഭപാത്രം എടുത്തു കളയാം. അതല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഗർഭം ധരിക്കാൻ ആവശ്യമായ പല വിഷയങ്ങളുണ്ടല്ലോ, അതിലത്തെ ഏതെങ്കിലും ഒരു കാര്യം മുടക്ക് വരുത്തേണ്ടതുണ്ട്, ഇന്ന ഞരമ്പ് കട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞു. എന്ത്, അല്ലെങ്കിൽ അവർക്ക് മറ്റേ രോഗം ഉണ്ടായിത്തീരും, അങ്ങനെയൊക്കെ ഡോക്ടറെ പറഞ്ഞു നിൽക്കുക. അങ്ങനെയൊക്കെ സമയത്ത് ചെയ്യാം എന്നല്ലാതെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അതാ അവിടെ ആരോഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ അനുവദിക്കപ്പെടും എന്നല്ലാതെ മറ്റു പറ്റൂല. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, തൻഈമിൽ നിന്ന് ഇഹ്റാം ചെയ്തു ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റില്ലെന്ന് മുജാഹിദ് പറയുന്നു, വിധി എന്ത്? അത് മുജാഹിദിനെ അറിയാത്തതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി പറഞ്ഞ ചെക്കാരനെ തൻഈമിലേക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റില്ല അല്ലേ? ഹജ്ജത്തുൽ വിദാഇലെ റസൂലും സഹാബത്തൊക്കെ പാടെ ഹജ്ജിനില്ലേ, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഹൈലുണ്ടായി. അങ്ങനെ ഇത് മറ്റുള്ള അമലുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹജ്ജിന്റെ മറ്റു അമലുകളൊക്കെ ചെയ്ത് ശുദ്ധിയായ ശേഷം ഇഫാത്തിന് തവാഫ് ചെയ്യാൻ പറഞ്ഞു. ഇഫാത്തിന് തവാഫ് നടത്തി ആയിഷ ബീവി ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ആയിഷബീവിനോടും ആയിഷബിന്റെ സഹോദരനോടും കൂടി പോയിട്ട് തനഈമിൽ പോയിട്ട് ഇഹ്റാം, ആയിഷബിനോട് തനഈമിൽ പോകാൻ പറഞ്ഞ കൂടെ സഹോദരനെയും പറഞ്ഞു. അങ്ങനെ തനഈമിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇഹ്റാം ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ മസ്ജിദ് ആയിഷ എന്ന് പേരെന്നുണ്ടായത്. ഒരു ആയിഷ റളിയല്ലാഹുവിന്റെ പേരിൽ പള്ളിന്ന് അവിടെ ഉണ്ടായത് അതാണ്. ആയിഷ ബീവി ഇഹ്റാം ചെയ്ത സ്ഥലം എന്നറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ആ മുജാഹിദിനെ ആ സാധുവിനാണെന്ന് അറിയാത്തത് കൊണ്ട് പറഞ്ഞായിരിക്കും. ജമാഅത്തിന്റെ ഇടയിൽ ഇമാമിന്റെ നിസ്കാരം ബാത്തിലായാൽ മഅ്മൂം എന്ത് ചെയ്യണം? ജമാഅത്തിനിടെ നിസ്കാരം ഇമാമിന്റെ നിസ്കാരം ബാത്തിലായാൽ ഒന്നുകിൽ മഅ്മൂം ഒറ്റയ്ക്ക് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമിനും, അതാണ് ഏറ്റവും നല്ലത്. ആ ഇമാമിന്റെ പിന്നിലുള്ള മഅ്മൂമികളിൽ നിന്ന് ആരെങ്കിലും ഒരാള് അങ്ങോട്ട് മുമ്പിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുക. എന്നിട്ട് അയാൾ ഞാൻ ഇമാമാണെന്ന് അയാൾ കരുതുക, എന്നിട്ട് അദ്ദേഹത്തോട് കൂടെ തുറന്ന് നിസ്കരിക്കുന്ന മഅ്മൂമികളും കരുതുക. അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഇനി ഒറ്റക്ക് വേറെ നിസ്കരിക്കും ചെയ്യാൻ ഏറ്റവും നല്ല ഇതാണ്. അതാ അനുവാദത അവിടെ എഴുതിക്കണം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വീട് പണിയുടെ ആവശ്യത്തിലേക്ക് ബാങ്കിൽ നിന്ന് എടുത്ത ലോണിന് സ്വാഭാവികമായി പലിശ കൊടുത്തു. അത് പൊരുത്തപ്പെട്ട് കൊടുത്താൽ ഹറാമിൽ രക്ഷപ്പെടുമോ? ഹറാമിൽ രക്ഷപ്പെടില്ല. പലിശ കൊടുക്കൽ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടും അത് രക്ഷപ്പെടുകയില്ല. പൊരുത്തപ്പെട്ടാലും പൊരുത്തപ്പെട്ടില്ലും ശരി, അത് ഹറാമ് തന്നെയാണ്, പലിശ തന്നെയാണ്. നിങ്ങൾ പൊരുത്തപ്പെട്ടില്ല നിൽക്കുക, എന്നാലും ബാങ്ക് വാങ്ങും ചെയ്യും അല്ലേ? നിങ്ങൾ പൊരുത്തപ്പെട്ടില്ല നിൽക്കുക, ബാങ്കിന് ഇപ്പൊ ഇങ്ങനെ പൊരുത്തച്ചാത്ത പൈസ അതൊന്നും വിരോധമൊന്നുമില്ല. മുമ്പ് ഫർള് നിസ്കാരം ഖളാ ആയിട്ടുള്ളവർ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് കാര്യം ഇല്ല എന്ന് പറയുന്നത് കേട്ടു. എന്താണ് അതിനെപ്പറ്റി? സുന്നസ്കാരം നിസ്കരിക്കാൻ പാടില്ല. മുമ്പ് ഫർള് നിസ്കാരം ഖളാ ഉള്ള ആളുകളാണ്, കരുതിക്കൂട്ടിയ ഖളാ ആയ ആളുകളാണ് നിൽക്കുക. കരുതിക്കൂട്ടിയ ഖളാ ആയ ആളുകളാണെങ്കിൽ അവർ പെട്ടെന്ന് ആ ഫർള് നിസ്കാരം ഖളാ കൂട്ടാൻ നിർബന്ധമാണ്. നേരെ മറിച്ച് കരുതി കൂട്ടിയിട്ടുള്ള കള അല്ല, പിന്നെ എതിരോടുകൂടിയ കള ആയതാണ്. എന്നാൽ അത് പെട്ടെന്ന് കൂട്ടിക്കൊള്ളുന്നില്ല. ആൾക്ക് സുന്നത്ത് നിസ്കരിക്കുകയോ ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ലോറിന് മുമ്പ് ഒരാൾ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ സുബഹി നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ സുബഹി നിസ്കരിച്ചിട്ടില്ല, കരുതി കൂടി കള ആക്കിയതല്ല. അയാൾ സാധാരണ ഉറങ്ങുന്ന സമയത്ത് ആൾ ഉറങ്ങി. സാധാരണ അയാൾ എന്ത് ചെയ്യാറുണ്ട്? സുബഹിക്ക് ഉണരാറുണ്ട്. പക്ഷെ അന്ന് യാദൃശ്ചികമായിട്ട് ഉണർന്നില്ല. അയാൾ വന്നു നോക്കുമ്പോ സുബഹി വെയിൽ ഉദിച്ചിരുന്നു. അപ്പൊ അയാൾ എതിരോട് കൂടിയാണ് അയാൾക്ക് സുബഹിസ്കാരം കളവായത്. അത് പെട്ടെന്ന് നിസ്കരിക്കാൻ നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി അടുത്ത നിസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കരിക്കും ചെയ്യുക, അതിന് മുമ്പ് നിസ്കരിക്കുക. പക്ഷെ അതിന് മുമ്പ് നിസ്കരിക്കാൻ സുന്നത്തതാണ്. എതിരോട് കൂടി കളവായതാണെങ്കിൽ ശരി, ഫർനിസ്കാരത്തിന്റെ ഹാജർ നിസ്കാരത്തിനേക്കാളും മുമ്പ് നിസ്കരിക്കലാണ് സുന്നത്ത്. ഇനി അതല്ല ശേഷം നിസ്കരിക്കുന്നു, അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാം. മുമ്പത്തെ സുന്നത്തൊക്കെ അയാൾക്ക് നിസ്കരിക്കാനും വിരോധമൊന്നുമില്ല. നേരെ മറിച്ച് കരുതി കൂട്ടി കളാക്കിയതാണെങ്കിലോ അത് എത്രയും വേഗം പിന്നെ കളാ കൂട്ടൽ നിർബന്ധമാണ്. അവിടെ സുന്നത്ത് ഫർള് നിസ്കരിക്കാനും വേറെ ഹാജർ നിസ്കാരം നിസ്കരിക്കാനും പാടില്ല. ഹാജർ നിസ്കാരം കളാ ആകുമെന്ന് ഭയമില്ലെങ്കിൽ ഹാജർ നിസ്കാരം നിസ്കരിക്കാനും പാടില്ല, വേറെ സുന്നത്ത് നിസ്കരിക്കാനും പാടില്ല. ഉസ്താദെ, മുസല്ല വിരിച്ചു നിസ്കരിക്കുന്ന വിധി ഒന്ന് വിശദീകരിക്കും. മുസല്ല നിസ്കരിക്കുകയോ ചെയ്യുക, അതൊന്നും വിരോധമല്ല. ജായിസായി വിധി അതിന്റെ ഹുക്കുമല്ലേ? എന്താണ് അതിന്റെ ഹുക്കുമ? ജായിസാണ്, അനുവദനീയമാണ്. മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ, മുസല്ല വിരിച്ച് നിസ്കരിക്കൽ വാജിബല്ല, സുന്നത്തല്ല, ഹറാമല്ല, കറാഹത്തല്ല, ജായിസാണ്. അതാണ് അതിന്റെ ഹുക്കുമ. ഉസ്താദ്, ഇമാമിന്റെ പോക്ക് വരവ് അറിഞ്ഞില്ല, പുറത്തെ പള്ളിയിൽ ആയിരുന്നു കരണ്ട് പോയിക്കാരല്ലേ പോയത് എന്ന് ജുമാ ആയിരുന്നു. ഏത് എന്താ ഒരു മലബോ എഴുതിക്കൂടെ? എന്താ എഴുതിക്കണം? നിങ്ങളെ വായിച്ചു എഴുതിക്കണം എന്താന്നുള്ളത് ഒരു മനുഷ്യൻ തിരിയേണ്ടത്. എന്ത് ചെയ്യുന്നതിന് YAD എഴുതിയാണ് എന്തിനാവോ? ഇതൊരു മനുഷ്യന് വായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എഴുതുന്നതും ചിന്തിക്കണ്ടല്ലേ? YAD എന്ത് അങ്ങനെ എഴുതല്? അത് നല്ല പോലെ എഴുതി.
ഉസ്താദ് മുസല്ല അത് പറഞ്ഞല്ലേ, അത് മാത്രല്ലേ പോയത്, കരട് പോയത് ആണ് ജുമ ആയിരുന്നു. എന്തൊക്കെയാണ് അല്ലാഹു അലം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ, വീട് പണി തുടങ്ങിയിട്ട് 1 വർഷമായി പൂർത്തിയായിട്ടില്ല, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീട് പണിക്ക് വേഗം പൂർത്തിയാക്കി തരട്ടെ. അത് വേഗം പൂർത്തിയാക്കാനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് തരട്ടെ. അതിന് മാർഗങ്ങളൊക്കെ പടച്ചു എളുപ്പാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇസ്തിംനാ ചെയ്യുന്നതിന്റെ വിധി എന്ത്? ഹറാമാണ്. പിന്നെ ഉസ്താദെ, ഞാൻ ഒരു ഇമാമിന്റെ അടുത്ത് നിന്ന് മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ ഒരാൾ കൂടി വന്നു. അപ്പോൾ ഇമാം മുമ്പിലേക്ക് നടന്നു. നമ്മൾ നിർത്തി നടക്കും പോലെ അല്ല ഇമാം. ഇമാം യമനിയോ പാകിസ്ഥാനിയോ ആണ്. അയാൾ വേഗം നടന്നു എങ്കിൽ മഅ്മൂമായ എനിക്ക് എന്ത് ചെയ്യാനാകും? അത് നിങ്ങൾക്ക് വല്ലാതെ അങ്ങനെ വിശ്വാസാക്കേണ്ട ഒരു വിഷയമല്ലാന്ന് തോന്നുന്നു. കാരണം ഏതായാലും തുടർച്ചയായി 3 അനക്കം അനങ്ങി നിൽക്കുക. അയാൾ തുടർച്ചയായിട്ട് 3 ഒരു കാലം അനുസരിച്ച് അപ്പൊ തന്നെ മറ്റേ കാലം എടുത്തിട്ട് അപ്പൊ തന്നെ മറ്റേ കാലം, അങ്ങനെ തുടർച്ചയായിട്ട് 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. തുടർച്ചയായി 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. ഇനി തുടർച്ചയായിട്ടല്ല, അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു കാലം എടുത്ത് വെച്ച് രണ്ടാമത്തെ കാലം ഒന്നിച്ചെടുത്തിട്ട് അപ്പൊ തുടർച്ചയായി 2 അനക്കായി, നിസ്കാരം ബാത്തിലാവില്ല. 3ാമത്തെ അനക്കം അനക്കുന്നതിന് മുമ്പായിട്ട് അത് ഒരു സെക്കൻഡ് ഒന്ന് നിർത്തിക്കുന്നു. എന്നിട്ടാണ് വേണ്ടത് പിന്നെ 3ാമത്തെ അനക്കാനി നിസ്കാരം ബാത്തിലാവുകയും ചെയ്യൂല. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ നല്ലത്. അയാൾ നിസ്കാരം ബാത്തിലേക്ക് നോക്കി ഇങ്ങനെ നോക്കൊന്നും വേണ്ട. തുടർച്ചയായി 2 അനക്കം അനങ്ങാം. അപ്പൊ ഒരാൾ ഒരു കാലം അങ്ങ് എടുത്ത് വെച്ച് അപ്പൊ തന്നെ മറ്റേ കാലം എടുത്ത് വെച്ചു, എന്നാലും നിസ്കാരം ബാത്തിലാവുക. അപ്പൊ തുടർച്ചയായി 2 അനക്കം ഉണ്ടായിട്ടുള്ളൂ. 3ാമത്തെ അനക്കം അനങ്ങുന്നതിന് മുമ്പായിട്ട് അയാൾ ഒന്ന് നിർത്തിയിട്ടുണ്ട്, ലേശം ഒന്ന് അടങ്ങി താമസിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 3ാമത്തെ അനക്കം അനങ്ങിയത്. നമസ്കാരം ബാത്തിലാവുകയും ചെയ്യൂല. നേരെ മറിച്ച് നിങ്ങൾ 3 അനക്കം തുടർച്ചയായിട്ട് ആ ഇമാം അനങ്ങിയിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് നിൽക്കുന്ന ആളെ നിസ്കാരം ബാത്തിലാണ്, പിന്നെ ആളെ നമസ്കരിക്കാനും പറ്റുകയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ, തലമറക്കുമ്പോൾ ഓയിൽ മുണ്ടിന്റെ തലകൾ മുഖത്തിന്റെ 2 ഭാഗത്തിലൂടെ തൂക്കി ഇടുന്നതിന്റെ വിധി എന്താണ്? തല മറക്കുമ്പോൾ അല്ലേ, അത് ഒരു പിന്നെ ഒരു ഗുണമില്ലാത്ത വിഷയമാണ്. ഇത് ഈ മുണ്ടിന്റെ തല തൂക്കിടല്, മുണ്ടിന്റെ തല ഞാൻ തൂക്കിടലേ, അത് ഒരു ഉത്തമമുള്ള വിഷയം. കറാഹത്ത് എന്ന് പറയാൻ വയ്യ, അത് ഉത്തമമല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ മുമ്പ് ഞാനും നമ്മുടെ സ്നേഹിതനായ ഒരു ഉസ്താദ് ആ വിഷയവുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അത് ഗുണമല്ല. ഖുർആൻ പരിഭാഷ നോക്കി ഓതിയാൽ കൂലി ലഭിക്കുമോ? എന്തുകൊണ്ട് ഖുർആൻ പരിഭാഷക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു? ഖുർആൻ പരിഭാഷ നോക്കി ഓതിയാൽ കൂലി കിട്ടും. ഖുർആൻ ഓതിയാൽ കൂലി കിട്ടൂല. ഖുർആൻ ഓതിയ കൂലിയായി. ഖുർആൻ പരിഭാഷ നോക്കിയിട്ട് ഖുർആൻ ഓതി കൂലി കിട്ടും. ഖുർആൻ പരിഭാഷയിലെ ഖുർആൻ ഉണ്ടാവില്ല അല്ലേ, പരിഭാഷ ഉണ്ടാകും, ഖുർആൻ ഉണ്ടാവും. പിന്നെ ആ ഖുർആൻ നോക്കിയിട്ടാണ് ഒരാൾ ഓതുന്ന നിൽക്കുക, കൂലി കിട്ടും. പിന്നെ എന്തുകൊണ്ട് പരിഭാഷക്ക് പ്രോത്സാഹിപ്പിക്കുന്നു? ആരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം ആൾക്കാർക്ക് മനസ്സിലാക്കിക്കോട്ടെ ചിട്ടയിക്കാരം പ്രോത്സാഹിപ്പിക്കണം. എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു വെച്ചാലേ അതറിയാത്ത ആളുകൾക്ക് അറിഞ്ഞോട്ടെ, അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ പരിഭാഷ നോക്കി അർത്ഥം വെക്കാൻ പാടുണ്ട്. അതുകൊണ്ട് വിരോധമില്ല. ഖുർആൻ പരിഭാഷ നോക്കാതെ ഒരർത്ഥം വെക്കുന്നത് അതേ കേൾക്കും തന്നെയാണുള്ളത് അല്ലേ. ഇന്നല്ലാഹ ഖുർആൻ പരിഭാഷ നോക്കിയിട്ട് തീർച്ചയായും അല്ലാഹു തആലാന്ന് ഖുർആൻ പരിഭാഷയുണ്ട്. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല എന്നാണ് ഖുർആൻ പരിഭാഷ ഉള്ളത്.
ഇനി അതല്ല, ഇനി വേറെ ഖുർആൻ പരിഭാഷ നോക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് ധാരാളമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, ലോൺ എടുത്ത വീട് ലോൺ തീർന്നാൽ ലോണെടുത്ത വീട് ലോണ് തീർന്നാൽ പെണ്ണട്ട വെടി. അറിയില്ല, വായിക്കാൻ അറിയില്ല, വായിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ലുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് ഒരുമിച്ച് നിസ്കരിക്കാമോ? അസറിന്റെയും നിസ്കരിക്കാൻ പറ്റും. ലുഹറിന്റെ മുമ്പത്തെ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക, അങ്ങനെയും പറ്റും. അസറിന്റെ പത്തൊക്കെ 4 റക്അത്ത് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ്. അതിന്റെ ഇടയിൽ അത്തഹിയാത്ത് ഒന്നും ചെയ്യുക, ഓതാതിരിക്കും ചെയ്യാം. ലുഹറിന്റെ മുമ്പത്തെ 4 റക്അത്ത് ഒന്നിച്ച് അവസാനം ഒരു അത്തഹിയാത്ത് മാത്രം അങ്ങനെ ഓതാം, അങ്ങനെ നിസ്കരിക്കാം. ഇനി അതല്ല 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയാത്ത് ഓതി സലാം കൂട്ടാതെ 3-ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റുന്നു, അങ്ങനെയാവാം. ഇയാള് പറഞ്ഞ ഈ ചോദിച്ചാല്, ഈ ഉസ്താദെ ലോൺ എടുത്താണോ ചോദിച്ചാൽ പറഞ്ഞ, ലോൺ എടുത്താന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ ആ PM അടിച്ചാണി, അല്ല നിങ്ങൾ ആള് പുറത്ത് എന്താണ് PM അടിച്ചാൽ മതി. എന്നാ പിന്നെ ഉണ്ട്. ഈ വിധി എങ്ങനെ എഴുതല് നിങ്ങൾക്കറിയില്ലേ? വിധി എന്ന് ഇംഗ്ലീഷില് അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ എങ്ങനെ നിങ്ങൾക്ക് അറിയേണ്ടതല്ല അപ്പൊ അത്. അപ്പൊ ഈ ആളൊക്കെ ആയിരം എഴുതി കൂടെ? ഒരുപാട് PM ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ തപ്പി തറഞ്ഞ് വായിക്കാനെങ്കിലും തിരിഞ്ഞ മാതിരി പിന്നെ എഴുതണം. അപ്പൊ എന്താ ലോൺ എടുത്ത് സോറി ആയിക്കോട്ടെ, ലോൺ എടുത്ത വീട് ലോൺ തീർന്നാൽ ഉള്ള വിധി, വീടിന്റെ വിധി എന്താ? ഇപ്പൊ എന്റെ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും വിധി? ലോൺ എടുക്കല് അത്യാവശ്യമായ ഘട്ടമല്ല നിൽക്കുക. എന്നാൽ ലോൺ എടുക്കല് പലിശക്ക് പണം എടുക്കല് ഹറാമാണ്. ആ പലിശക്ക് പണം എടുത്തുകൊണ്ട് ഒരു വീടുണ്ടാക്കി നിൽക്കുക, അതുകൊണ്ട് അത് ഹറാം. ആ വീട്ടിൽ താമസിക്കൽ ഹറാമൊന്നാവൂല. അതുകൊണ്ട് ആ വീട്ടിൽ താമസിക്കൽ ഹറാമൊന്നല്ല. നിങ്ങൾക്ക് അതേ സമയത്ത് നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ അവർക്കൊരു വീട്ടിൽ നിങ്ങൾ താമസിക്കേണ്ട ഒരു അനുയോജ്യമായ ഒരു വീട് വേണം. വലിയ വീടൊന്നല്ല അല്ലെ? നിങ്ങളുടെ കുടുംബത്തിനോട് യോജിച്ചതായ വീട് നിങ്ങൾക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമായ ഒരു വീടുണ്ടാക്കാൻ ലോൺ എടുക്കലല്ലാതെ വേറെ ഒരു മാർഗം നിങ്ങളുടെ മുമ്പിലില്ല നിൽക്കുക. ഉദാഹരണം പറയാൻ, നിങ്ങൾക്ക് വേറെ പിന്നെ സ്വത്ത് വിൽക്കാനില്ല, വിറ്റിട്ട് വീടുണ്ടാക്കുന്ന പറയാൻ അതിന് സ്വത്ത് വിൽക്കാനില്ല, നിങ്ങൾക്ക് പലിശ ഒന്നുമില്ലാതെ വേറെ ആരും കടം തരാനുമില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വേറെ യാതൊരു മാർഗവും ഇല്ല. പലിശക്ക് ലോൺ എടുക്കൽ തന്നെ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ മാർഗമുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിനെ താമസിക്കാൻ പറ്റുന്ന മാത്രം ഒരു വീടുണ്ടാക്കാൻ. അപ്പൊ ആ സമയത്ത് വേറെ മാർഗമില്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കൽ അനുവദനീയമാണ്. ഹറാമല്ല അവിടെ ലോൺ എടുക്കില്ല, അനുവദനീയമാണ്. മനസ്സിലാക്കണം നിങ്ങൾക്ക്? ഈ പറഞ്ഞ മനസ്സിലാക്കണ? ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കണം. നിങ്ങൾ രസടിക്കുന്നുള്ള PMിലെ നേരെ മറിച്ച് നിങ്ങൾ വലിയൊരു പെര ഉണ്ടാക്കണേ അല്ലേ? നിങ്ങളുടെ ഭാര്യക്കും സന്താനങ്ങൾക്കൊക്കെ താമസിക്കാൻ ഒരു 5 ലക്ഷം റുപ്യന്റെ വീടിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങളതല്ല, ഇപ്പോഴത്തെ ഈ ആധുനിക ഈ കാലഘട്ടത്തിലോട് യോജിച്ച് നല്ല വീട് വേണം വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു 10-15 ലക്ഷം റുപ്യന്റെ ഒക്കെ വലിയൊരു വീട് ഉണ്ടാക്കണത്. അതുകൊണ്ടാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത്. അപ്പൊ അത് ഹറാമാണ്. ഏത് ഹറാമ്? ആ ലോൺ എടുക്കൽ ഹറാമാണ്. ആ വീട്ടിൽ താമസിക്കൽ ഹറാമാണ് അല്ല ഈ പറഞ്ഞത്. ആ ലോൺ എടുക്കൽ ഹറാമാണ്. വീട്ടിലിപ്പോ എങ്ങനെ വീട്ടിലാക്കി നിൽക്കുക? ഇത് താമസിക്കൽ ഹറാമെന്നല്ല. ഉസ്താദ്, ഇമാമിന്റെ പോക്ക് വരവ് അറിഞ്ഞില്ല. പുറത്തെ പള്ളിയിൽ ആയിരുന്നു, പവർ പോയിരുന്നു, അതുകൊണ്ടാണ് അറിയാതെ ആയത്. എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇമാമിന്റെ ഇന്ത്യക്കാരാത്ത ഒരു നിലക്കും അറിയുന്നില്ല അല്ലേ? ഞാൻ എന്താ ആള് ഇമാമുമായി
ഇമാമിന്റെ ഒരു നിലക്കും ഇമാമിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഇമാമിനെ കാണണമൊന്നുമില്ല എങ്കിലും അത് പിന്നെ വേറെ ഒറ്റ നിസ്കരിക്കണം. ഇമാമിന്റെ തുടർച്ച സഹിയാണെങ്കിലേ ഇമാമിനോടുള്ള തുടർച്ച സഹിയാകണമെങ്കിൽ എന്ത് വേണം? ഇമാമിന്റെ ഇന്ത്യക്കാലാത്ത് ഏതെങ്കിലും രീതിയിൽ ഒന്നുകിൽ ആളെ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ആളെ കാണുകയോ അല്ലെങ്കിൽ ആളെ തുടർന്നവരെ കാണുകയോ എന്തെങ്കിലും വേണം. ഒന്നുമില്ല, ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല, ഇമാമിനെയോ അല്ലെങ്കിൽ ഇമാമിനെ തുടർന്നവരെയോ കാണുന്നുമില്ല നിനക്ക്, എന്നാ പിന്നെ ആ തുടർച്ച സഹിയാവുകയില്ല. ഇമാമിന്റെ ശബ്ദം തന്നെ കേട്ടോളണമെന്നില്ല, ഇമാമിനെ കാണുകയോ അല്ലെങ്കിൽ ഇമാമിന്റെ തുടർന്ന് ആ സെഫ് ഉണ്ടാവുമല്ലോ, സെഫ് കണ്ടാലൊക്കെ മതി. അങ്ങനെ ഇമാമിന്റെ ഏതെങ്കിലും രീതിയിൽ ഇമാമിന്റെ ഇന്ത്യക്കാരാത്ത് ഇമാമിന്റെ പോക്ക് വരെ അറിയുന്നുണ്ട്, എന്നാൽ ജമാഅത്ത് തുടർച്ച സഹിയാകും. ഒരു നിലക്കും അറിയുന്നില്ല, ഇമാമിന്റെ ശബ്ദം കേൾക്കണില്ല, ഇമാമിനെയും കാണില്ല, ഇമാമിനെ തുറന്നവരെയും കാണുന്നില്ല, അല്ലേ? പിന്നെ അങ്ങനെ തുടർച്ച സഹിയാവുകയില്ല. അപ്പൊ എന്ത് ചെയ്യണം? അല്ലേ, എന്ത് ചെയ്യാതെ ഇമാമിനോട് വിട്ടുപിരിയ, ഞാൻ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതുക, എന്നിട്ട് ആളെ ഒറ്റ സംസ്കരിക്കുക. പിന്നെ ജുമ ആയിരുന്നില്ലേ, ജുമ ആയിരുന്നെങ്കിൽ ഒരു റക്അത്ത് ഇമാമിനോട് കൂടി കിട്ടിയെന്ന് നിൽക്കുക, എന്നാ അവന് ജുമ സഹിയായിട്ടുണ്ട്, അവന് ജുമ കിട്ടിയിട്ടുണ്ട്. ഒരു റക്അത്ത് ഇമാമിനോട് കൂടി കിട്ടിയിട്ടുണ്ട്, എന്നാ അവന് ജുമ കിട്ടിയിട്ടുണ്ട്. ഒരു റക്അത്ത് കിട്ടിയില്ല നിൽക്കുക, പിന്നെ അവിടെ പിന്നെ 4 റക്അത്ത് നിസ്കരിക്കണം. പിന്നെ അങ്ങനെ നിയമം, ഇമാമിനോട് കൂടെ ഒരു റക്അത്ത് കിട്ടിയാൽ മതി, എന്നാൽ ജുമ സഹിയായിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവനെ ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചാൽ മതി, ഒറ്റക്കാണിയിലിനെ ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചാൽ മതി. അപ്പോൾ അവന് ജുമ അവിടെ സഹിയായിരിക്കുന്നു. മനസ്സിലാക്കണ ഈ ചോദ്യകർത്താവ് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണ. മനസ്സിലാക്കണം, നിങ്ങൾ രസടിക്കുക. മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ എന്നെ അടിച്ചാൽ മതി, ഞാൻ മനസ്സിലാക്കണം പിന്നെ ഇരിക്കാന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് തലമറന്ന പറഞ്ഞല്ലേ? പിന്നെന്താണ്? എപ്പോഴും സുബ്ഹി ഖളാ ആയി പോകുന്ന ഒരാൾക്ക് എപ്പോഴും പടച്ചോനെ എന്താണ് ചെയ്യാ, എപ്പോഴും സുബ്ഹി ഖളാ ആയി പോകുന്നു, യുറക്കിനാവും നെട്ടുന്നില്ല, അലാറം വെച്ചാലും നെട്ടില്ല. ഇതിന് കുറ്റം കിട്ടുമോ ഉസ്താദേ? ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാ? ഈ PM ചെയ്ത ആളിനെ റിസർച്ച് നിങ്ങളുടെ PMല് നിങ്ങളുടെ ഒരു പിന്നെ PM ഒന്ന് റിസർച്ചേ ഉണ്ട്. നിങ്ങൾ ആദ്യം ഒരു മനസ്സിലാക്കേണ്ടത് എപ്പോഴുള്ള തെറ്റാണ്, അതന്നെ എപ്പോഴും എന്നല്ലേ. ഇതെന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എപ്പോഴും എഴുതേണ്ടത്? എപ്പോഴും എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പണ്ടത്തെ കാണുന്നില്ല, കുറച്ചൊക്കെ കയ്യിലല്ലേ. നിന്റെ ഭാഷ വളരെ മോശമാണ്, എന്നാലും ഇതിനേക്കാളും മോശമായി വെച്ചാൽ ശരിയല്ലല്ലോ. അപ്പൊ എപ്പോഴും എഴുതേണ്ടത് എപ്പോഴും ZHUനായി എപ്പോഴും. എപ്പോഴും സുബ്ഹി ഖളാ ആയി പോകുന്നു. എന്താ ഉറക്കുന്നല്ലേ? ഉറക്കത്തിനല്ല പറഞ്ഞല്ലേ? നിങ്ങളെ ഉറക്കിനാ പറഞ്ഞത്, അതാണോ ഇരിക്കണത്? ഉറക്ക്. പിന്നെ നെട്ടുന്നില്ല എന്താണ്? ഉറക്ക് നെട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഉറക്ക് നെട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലാന്ന്? ഉണരുന്നില്ല എന്നല്ലേ? അത് ശരി. അത് ശരി. ഉണരുന്നില്ല, ആയിക്കോട്ടെ. അത് അലാറം വെച്ചിട്ടും ഉണരുന്നില്ല അല്ലേ? നിങ്ങൾ കുറ്റക്കാരൊന്നല്ല. നിങ്ങൾ സാധാരണ പിന്നെ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിയിട്ടുണ്ട് നിങ്ങള്. പക്ഷെ നിങ്ങൾക്ക് ഉണരണം എന്ന് വളരെ ആഗ്രഹമുണ്ട്.
ഉണരാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ ഉണരുന്നില്ല. എന്നാൽ നിങ്ങൾ കുറ്റക്കാരനല്ല. സാധാരണ ആ സമയത്ത് ഉറങ്ങിയാലേ സുബഹിക്ക് ഉണരൂ. അങ്ങനത്തെ സമയത്ത് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. 2 മണിയാവും. 2 മണിയാവുമ്പോ അങ്ങനെ പോരാ, അതിന്റെ മുമ്പ് ഉണരണം, അതിന്റെ മുമ്പ് തന്നെ ഉറങ്ങണം. ഏതാണെന്ന് വെച്ചാൽ 2 മണിക്ക് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും, അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധ്യമല്ല. അങ്ങനത്തെ ജോലിക്കാരാണ് നിങ്ങൾ. എന്നിട്ടാണ് സുബഹിക്ക് ഉണരാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഉണരണം വളരെ ആഗ്രഹമുണ്ട്. നിങ്ങൾ അലാറൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങളുടെ സ്നേഹിതന്മാരോട് ആരെങ്കിലും വിളിച്ചോണ്ടാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും നിങ്ങൾ അതില്ല നിൽക്കുക. എന്നാലോ അല്ലേ, അങ്ങനെ എന്നിട്ടും നിങ്ങൾ ഉണരുന്നില്ല. എന്നാൽ നിങ്ങൾ കുറ്റക്കാരനല്ല. അങ്ങനെ അതിന്റെ പേരിൽ ഖദാഅതാണ് അല്ലാഹു തആല നിങ്ങൾ അതിന്റെ പേരിൽ ശിക്ഷിക്കൂല. രണ്ട് മണിയാവും. എന്താണ് കുട്ടുയുണ്ട് എന്താണ് കുട്ടുയുണ്ട് പറഞ്ഞാല്? എന്തെങ്കിലും ഇങ്ങനെയൊക്കെ എന്ത് കുട്ടുയുണ്ട് കാരണം മനസ്സിലായില്ല. കുട്ടിയുണ്ട്, അതാണ് കുട്ടിയുണ്ട്. അല്ല, കുട്ടുനായിക്കണത് കുട്ടുയുണ്ട് നായിക്കണത് കുട്ടിയുണ്ട്. അപ്പൊ വെറുപ്പാലം പോലെ ഇരിക്കണേ. ആയിക്കോട്ടെ. കുട്ടിണ്ടായാലും വേണ്ടില്ല, എന്തുണ്ടായാലും വേണ്ടില്ല. നിങ്ങൾ ഉണരാൻ അല്ലേ, നിങ്ങൾക്ക് ഉണരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഉണരാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഉണരുന്നില്ല നിൽക്കുക. എന്നാൽ നിങ്ങൾ കുറ്റക്കാരല്ലാന്ന്. ഇനി അതിൽ വീഴ്ച ഉണ്ടാവില്ല ആൾക്കാർ അല്ലാഹു തആലക്ക് അറിയാലോ. അപ്പൊ അതാണ് വിഷയം. അപ്പൊ നിങ്ങളാ ചോദിച്ച ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ കുറ്റക്കാരല്ല, അത്രേ ഉള്ളൂ. ഓക്കെ. ഞാനിപ്പോ നിങ്ങൾ വേറെ ആരും അറിയില്ലല്ലോ, ആരാണ് ഇപ്പൊ PM ചെയ്ത ആളില്ല. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് ഒരു വഷളാക്കുന്നതിൽ വരണില്ല, ഇതൊന്നുമില്ല. ഞാനിപ്പോ ഇങ്ങനെ നിങ്ങളും ഞാനും മാത്രമേ അറിയുള്ളൂ. ആരാണ് ഈ രീതിയിൽ PM ചെയ്തിരിക്കുന്നത് ആരും വേറെ ആരും അറിയില്ല. ആ ഐഡിയ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. എങ്ങനെയാണ് ഇരിക്കേണ്ടത്? റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ റൂമിലായിരിക്കേണ്ടതുണ്ടോ? ഇരിക്കുക എന്ന് പറഞ്ഞാലേ ഇരിക്കാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക എന്നല്ല, അതൊരു പ്രയോഗമാണത്. ഇരിക്കുക എന്ന് പറഞ്ഞാലേ അത് തലാഖിന്റെ ഇദ്ദയുമുണ്ട്, വഫാത്തിന്റെ ഇദ്ദയുമുണ്ട്. തലാഖിന്റെ ഭാര്യനെ എന്ത് ചെയ്തു? ഭർത്താവ് തലാഖ് ചൊല്ലി. എന്നാൽ അവിടെ 3 ശുദ്ധിയുടെ കാലഘട്ടം അവൾക്ക് ഇദ്ദുണ്ട്. ഇദ്ദയിക്കാന്നുള്ളതല്ല, ഇദ്ദയുണ്ട്. 3 ശുദ്ധിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കണ്ട. ഈ PM ചെയ്ത ആള് ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ആ PMന്റെ രസടിക്കും. എന്നാലിപ്പോ ഇങ്ങനെ പറഞ്ഞ് മെനക്കെട്ട് കാര്യമുള്ളൂ. നിങ്ങളിവിടെ ഉണ്ടാ? അയാളോടല്ലേ ചോദിക്കുക, അയാളോടെ ഉണ്ടാ ആ PM ചെയ്ത ആള്? പറയുന്നറിഞ്ഞിപ്പോ മൂപ്പര് കൂടെ ഇല്ലെങ്കിലേ അടച്ചോനെ അദ്ദേഹം അവിടെ ഇല്ല. അപ്പൊ ഏതായാലും ശരി, വേറെല്ലാവർക്കും വേണ്ടി പറയണേ. വേറെല്ലാവർക്ക് തലാഖിന്റെ ഇദ്ദയുമുണ്ട്, വഫാത്തിന്റെ ഇദ്ദയുമുണ്ട്. എന്താണ് ഈ ഗുസ്തടിക്കണം? ഞാനിപ്പോ ഒരു കാര്യം ഇത് പറയല്ലേ, അപ്പം അത് മുട്ടിച്ചിട്ട് പിന്നെ മറുപടി അറിയാൻ വേണ്ടത് PM ചെയ്യുന്നുണ്ട് ഗുസ്തടിക്കുക. ഞാനിപ്പോ ഇയാൾക്ക് മറുപടി പറയില്ലേ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് ഇപ്പൊ? അപ്പൊ ഇദ്ദ, തലാഖിന്റെ ഇദ്ദയും വഫാത്തിന്റെ ഇദ്ദയും ഉണ്ട്. ഈ തലാഖിന്റെ ഇദ്ദ ആവുമ്പോഴേ അവിടെ ചടഞ്ഞിരിക്കൽ ഒന്നും സുന്നത്തൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഏത് ചടഞ്ഞിരിക്കൽ നിർബന്ധമില്ലാന്ന്. ചടഞ്ഞിരിക്കാൻ സ്വർണ്ണാഭരണമൊക്കെ ഉപയോഗിക്കുക ഒഴിവാക്കിക്കൊണ്ട്, കളർ വസ്ത്രമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കൽ ഏതിനുള്ളതല്ല? അത് തലാഖിന്റെ ഇദ്ദക്കുള്ളതല്ല, അത് വഫാത്തിന്റെ ഇദ്ദക്കുള്ളതാണ്. ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഇദ്ദരിക്കണം. അത് നിർബന്ധമാണ്. ആരുടെ മേലില്? ഭാര്യന്റെ മേലില്. ആ 4 മാസവും 10 ദിവസവും അവർക്ക് സ്വർണ്ണാഭരണം ധരിക്കാനോ അല്ലെങ്കിൽ കളർ വസ്ത്രം ധരിക്കാനോ പാടില്ല.
പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കളർ വസ്ത്രങ്ങള്, അതുപോലെ സ്വർണ്ണാഭരണം അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പുറത്തിറങ്ങാൻ പറ്റുന്ന പുറത്തിറങ്ങുമ്പോൾ ചെയ്യുക. പുറത്തിറങ്ങി ഇങ്ങനെ രോഗിയാണ്, അവൾക്ക് ഡോക്ടറെ കാണാൻ പോകണം, അതുകൊണ്ട് വിരോധമില്ല. അതല്ലെങ്കിൽ അവൾക്ക് ചെലവിന് വേറെ മാർഗമില്ല, അവിടെ അധ്വാനിക്കാൻ പോയിട്ടില്ലെങ്കിൽ അവളുടെ ചെലവ് കഴിയൂല, അവൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അവൾക്കോ അവളുടെ കുട്ടികൾക്കോ ജീവിക്കാൻ വേറെ ഇവിടെ അധ്വാനിച്ചിട്ടില്ലാതെ വേറെ മാർഗമില്ല എന്നൊക്കെ, എന്നാൽ ജോലിക്ക് പോവുക ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ അവൾ ഈ 4 മാസവും 10 ദിവസവും അവൾ ഈ രീതിയിലാണ് കഴിയേണ്ടത്. പുറത്തിറങ്ങുക, നിർബന്ധ ഘട്ടത്തിൽ പുറത്തിറങ്ങാം, ജോലിക്ക് പോവാം, ഡോക്ടറെ കാണാൻ പോവാം, അതുകൊണ്ട് വിരോധമില്ല. പക്ഷേ സ്വർണ്ണാഭരണം ധരിക്കല്, അതുപോലെ തന്നെ കളർ വസ്ത്രം ധരിക്കാനും പാടില്ല. അതാണ്. നേരെ മറിച്ച് തൊലാഖിന്റെ ഇതാണ്, ഭർത്താവ് തൊലാഖ് ചെല്ലിക്കുക, ഓർക്കൊന്നുമില്ല, ഓർക്ക് സ്വർണ്ണാഭരണം ധരിക്കുക, കളർ വസ്ത്രം ധരിക്കുക, ഒക്കെ ചെയ്യുക. പക്ഷെ അവിടെ പിന്നെന്താ എഴുതെന്തിനാ പിന്നെ അവൾക്ക്? അത് ഈ കാലഘട്ടം കഴിഞ്ഞ ശേഷമേ അവൾക്ക് ഇനി വേറെ ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് വിഷയം. ഏത് കാലഘട്ടം? തൊലാഖിന്റെ 3 ശുദ്ധിയുടെ കാലഘട്ടമാണ്. ഇപ്പൊ ഒരു ശുദ്ധിയുള്ള അവസരത്തിലാണ് അവളെ തൊലാഖ് ചൊല്ലിയത്. ഈ ശുദ്ധിയിലാണെങ്കിലോ അവളെ ഇവരും കൂടി ബന്ധപ്പെട്ടിട്ടില്ല, ജിമാ ചെയ്തിട്ടില്ല. അപ്പൊ ജിമാ ചെയ്യാത്ത, സംയോഗം ചെയ്യാത്ത ഒരു ശുദ്ധി ഉണ്ടല്ലോ, ആ ശുദ്ധിയിലാണ് ഈ ഭർത്താവ് അവളെ തൊലാഖ് ചൊല്ലിയത്. എന്നാൽ അതൊരു ശുദ്ധിയായിട്ട് കണക്കൂട്ടും. പിന്നെ അതിനുശേഷം ഒരു അവൾക്കൊരു ഹൈലുണ്ടായി, 2ാമത്തെ ശുദ്ധി വന്നു, അവ 2 ശുദ്ധിയായി. പിന്നെ ഒരു ഹൈലുണ്ടായി, 3ാമത്തെ ശുദ്ധി വന്നു, അപ്പൊ 3 ശുദ്ധിയായി. ആ ശുദ്ധി പൂർത്തിയാവുന്നതിനോട് കൂടി പിന്നെ അവളുടെ ഇദ്ദ കഴിഞ്ഞു. ആ 3 ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ അവളുടെ ഇദ്ദ കഴിഞ്ഞു, തലാഖിന്റെ ഇദ്ദ. അത് കഴിഞ്ഞ് ഇവർക്ക് വേറെ ഭർത്താവിനെ സ്വീകരിക്കാം. അതിന് മുമ്പ് വേറെ ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല. അവിടെ ഇനി സ്വർണ്ണാഭരണം ധരിക്കും ചെയ്യുക, കളർ വസ്ത്രം ധരിക്കുകയും ചെയ്യാം. അതും പാടില്ലാത്തത് വഫാത്തിന്റെ ഇദ്ദക്കാണ്, ഭർത്താവ് മരിച്ചാലിരിക്കുന്ന ഇദ്ദക്കൈനാണ്. മനസ്സിലായല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ വീട്ടുന്നത് സുബ്ഹിന്റെ ശേഷമാണ്, സമയത്താണ്. ഒരുപാട് തവണ സുബ്ഹി മാത്രമാണ് നിസ്കരിക്കുന്നത്. ഇതുപോലെ മറ്റു സമയങ്ങളിലും ചെയ്യുന്നു. സഹീഹാകുമോ? അല്ലേ? ഒരു ഓർഡറായി തന്നെ നിസ്കരിക്കണം എന്നുണ്ടോ? അതൊന്നുമില്ല. ഓർഡറായി അങ്ങനെ വേണമെന്നില്ല. ഓർഡറായി നിസ്കരിക്കാൻ സുന്നത്ത് അങ്ങനെയാണ്. ഒരാൾക്ക് ഓർഡറായിട്ട് നിസ്കാരം കഥായിട്ട് നിൽക്കുക, എന്നാൽ ഓർഡറായിട്ട് കഥാവിട്ടാണ് സുന്നത്ത്. സുബിയ കഥാവിട്ടുക, പിന്നെ ളുഹർ, പിന്നെ അസർ, പിന്നെ മഗ്രിബ്, പിന്നെ ഇശാ, പിന്നെ സുബ്ഹി, ളുഹർ, അങ്ങനെ ഓർഡറായിട്ട് കഥാവിട്ടുള്ള സുന്നത്താണ്. പക്ഷേ അങ്ങനെ തന്നെ കഥാവിട്ടിക്കൊള്ളണം എന്നില്ല. ഒരാൾക്ക് കുറെ നിസ്കാരം കഥാവിട്ടുന്നത്. അപ്പൊ അയാൾ കുറെ സുബിഹ നിസ്കരിച്ചു. ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സുബിഹയൊക്കെ ഞാൻ പിന്നെ കഥാവിട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ അയാൾ കുറെ ളുഹറാണ്ട് കഥാവിട്ടി. എന്താൾക്ക് ബോധ്യപ്പെട്ടു? എന്ത്? എനിക്ക് നഷ്ടപ്പെട്ട ളുഹറൊക്കെ ഞാൻ കഥാവിട്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ കുറെ അസർ നിസ്കരിച്ചു. അങ്ങനെ ആ രീതി അങ്ങനെയും കലാവിട്ടാം, മറ്റേ നേരത്തും കലാവിട്ടാം. ഓർഡറായ കലാവിട്ടിലാണ് സുന്നത്ത്. പിന്നെ മനസ്സിലായിട്ടുണ്ടാവൂലേ ജോലി കർത്താവിന്? മനസ്സിലായില്ലേ? അയാളില്ലാതെ വന്ന് അല്ല, അയാളെ ശ്രദ്ധിക്കണല്ലോ, അദ്ദേഹത്തിന് കാണാനില്ല. ഉണ്ട്, ആയിക്കോട്ടെ. പിന്നെ ഫർള് ഖളാ ഉള്ളവർക്ക് സുന്നത്ത് നിസ്കാരം ഹറാമാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഫർള് നിസ്കാരമുള്ളവര് സുന്നത്ത് നിസ്കരിക്കുക ഹറാമാണ്. അതെ, ഉള്ളവർ കൂടാതെ ഖളാ ആക്കിയ പിന്നെ ഖളാ ആണെങ്കിൽ നേരെ മറിച്ച് മറ്റൊരു ഹറാമൊന്നല്ല. ഏത് ഖളാ കൂടിയ ഖളാ ആയതാണ്, അവർക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമൊന്നല്ല. ഉദർ കൂടാതെ കരുതി കൂട്ടിയ ഖളായാക്കിയ നിസ്കാരങ്ങളുള്ള ആള് അവർക്ക് സുന്നത്ത് നിസ്കരിക്കൽ മാത്രമല്ല, അവർക്ക് അവരുടെയും അവർ ചെലവെടുക്കാൻ നിർബന്ധമുള്ളവരുടെയും ചെലവിന് വേണ്ടിയുള്ള അധ്വാനമുണ്ട്. ആ അധ്വാനം കഴിച്ചുള്ള സമയത്ത് മുഴുവൻ ഖളാ നിർബന്ധമാണ്. മറ്റു വിഷയങ്ങളിൽ ഏർപ്പെടലും ഹറാമാണ്. ഒരു സുന്നത്ത് നിസ്കാരം മാത്രമല്ല ഹറാമ്, അവർക്കെല്ലാം ഹറാമാണ്. ഏത് ഖളാ വീട്ടലല്ലാത്ത, ഫർള് നിസ്കാരം ഖളാ വീട്ടലല്ലാത്ത എല്ലാ പണികളും അവർക്ക് ഹറാമാണ്. ഏതൊഴികെ അയാളുടെയും അയാൾ ചെലവെടുക്കാൻ നിർബന്ധമാരുടെയും ചെലവിന് വേണ്ടിയുള്ള അധ്വാനം ഒഴിച്ച് ബാക്കിയുള്ള എന്ത് പണി ചെയ്യലും ഹറാമാണ്.
അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സക്കാത്തിന്റെ പൈസ ഭക്ഷണ പാവങ്ങൾ ഭക്ഷണം എന്താണ് സാധനം എന്തിരിക്കണം ഇങ്ങനത്തെ വാക്യം, ഭക്ഷണ സാധനം കിറ്റ് ആക്കി പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? വണ്ടി വാങ്ങാൻ വേണ്ടി ലോൺ എടുക്കാൻ പറ്റുമോ? മൊത്തം കാശ് കൊടുക്കാൻ ഇല്ല. സക്കാത്തിന്റെ മുതല് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങളാ PM രസം അടിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PM രസം അടിക്കണം. ഉണ്ട് സക്കാത്തിന്റെ മുതലേ നമ്മൾ ഭക്ഷണ സാധനം കിറ്റായിട്ട് കൊടുത്താൽ സഹിയാവുകയില്ല. അതുകൊണ്ട് എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് തീരുമാനമുള്ള ആവശ്യം അവർക്കാണ്, ആ സക്കാത്ത് വാങ്ങുന്നതിന്റെ അവകാശികൾക്കാണ്. നിങ്ങൾക്ക് 1,00,000 റുപ്യ ഉണ്ട്, ആ 1,00,000 റുപ്യന്റെ സക്കാത്ത് 2,500 റുപ്യാണ് അല്ലെ? നിങ്ങളുടെ കയ്യിൽ 1,00,000 റുപ്യ ഉണ്ട്, ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു. അപ്പൊ അതിന്റെ 2% 2,500 റുപ്യ സക്കാത്ത് കൊടുക്കണം. ആ 2,500 റുപ്യ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം വാങ്ങി കൊടുക്കാൻ നിൽക്കുക. അത് നിങ്ങളെ തീരുമാനിക്കാനുണ്ട്. അതിന്റെ അവകാശികളാണ്. ഇതുകൊണ്ട് ഭക്ഷണമാണോ വേണ്ടത്, അതല്ല ഇതുകൊണ്ട് പിന്നെ എന്താണ് സൈക്കിൾ വാങ്ങാനോ വേണ്ടത്, മോട്ടോർ സൈക്കിൾ വാങ്ങാനോ വേണ്ടത്, അല്ല കടം വീട്ടുകയാണോ വേണ്ടത്? ഇത് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് അവർക്കുള്ള അവകാശമാണ്. അതുകൊണ്ട് എന്ത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. നിങ്ങൾ അവർക്ക് പൈസന്റെ സക്കാത്ത് പൈസയായിട്ട് തന്നെ കൊടുക്കണം. സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണമായി കൊടുക്കണം. വെള്ളിയുടെ സക്കാത്ത് വെള്ളിയായിട്ട് കൊടുക്കണം. കച്ചവട മുതലിന്റെ സക്കാത്ത് പൈസയായിട്ട് കൊടുക്കണം. കച്ചവടത്തിന്റെ ചരക്കല്ല, കുറച്ച് ശർക്കരപ്പൊടി കുറച്ച് ചായപ്പൊടി അങ്ങനെയല്ല. അതിന്റെ പൈസയായിട്ട്, അതിന്റെ വില, അതിന്റെ മൊത്തം സംഖ്യയുടെ പൈസയായിട്ട് കൊടുക്കണം. ആടുമാട് ഒട്ടകങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ സക്കാത്ത് പറഞ്ഞ രീതിയിൽ കൊടുക്കണം. പിന്നെ കാർഷിക വരുമാനമാണ് നെല്ലും മറ്റൊക്കെ, അതിന്റെ സക്കാത്ത് നെല്ലായിട്ട് തന്നെ കൊടുക്കണം. അതിന് പൈസ കൊടുത്താൽ പറ്റുകയില്ല. അപ്പൊ ശറയിൽ അതിന്റെ ഓരോന്നിനെയും ഇന്ന വിഷയമാണ്, ഇന്ന കാര്യത്തിൽ ഇന്നതാണ് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ, അത് ആ നിലക്ക് തന്നെ കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പാടില്ല. ജമാഅത്തിലൊക്കെ ചെയ്യാറുണ്ട്. ഞെളിഞ്ഞ് പറയും കാണല്ലേ, ഞങ്ങൾ ഇന്നാൾക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത്, സക്കാത്തിന്റെ പൈസ കൊണ്ട് ഇന്നാൾക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത്. ഓട്ടോറിക്ഷകളാ തീരുമാനിക്കേണ്ടത്, അത് അയാളല്ലേ തീരുമാനിക്കേണ്ടത്? എന്ത് ഇതല്ലേ ഇത്? അവരുടെ അതിന്റെ അവകാശികളുണ്ടല്ലോ, അത് അവരുടെ സ്വത്താണത്. അവരുടെ സ്വത്ത് കൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ ഇത് ഔദാര്യമല്ല, സക്കാത്ത് ഔദാര്യമല്ല. അത് ഫക്കീർ മിസ്കാന്മാരായ 8 അവകാശികളുണ്ടല്ലോ, അവർക്ക് ലഭിക്കേണ്ടുന്ന അവരുടെ അവകാശമാണ്. അതുകൊണ്ട് എന്ത് വേണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് കഴിഞ്ഞ് ഞെളിയും ചെയ്യല്ലേ? അത് ശരിയാവില്ല. അത് ഞെളിയാണെങ്കിലേ അത് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ വണ്ടി വാങ്ങാൻ ലോൺ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാല്, ലോണ് പലിശന്റെ ഇടപാട് ആ രീതിയിലുള്ള ലോണാണെങ്കിൽ ഇസ്ലാമിക് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാം. അതല്ലാത്ത ലോൺ ഹറാമാണ്. മൊത്തം കാശ് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങണ്ട അല്ലേ? വണ്ടി വാങ്ങണ്ട, ബസ്സിൽ യാത്ര ചെയ്യാൻ അതന്നെ. പിന്നെ ഉസ്താദെ, നിസ്കാരത്തിൽ പല ചിന്തകളും വരികയാണ്. നിസ്കാരത്തിൽ പല ചിന്തകളും എന്നല്ല എഴുതിക്കാനട്ടാ, ഞാൻ ഉണ്ടാകാൻ ചിന്തകൾ എന്ന് വായിക്കുകയാണ്. ചീന്ന് കാണുമ്പോഴത്തെ നമ്മൾ ചിന്ത എന്ന് വായിക്കുകയാണ്. ചിന്തകളും വരികയാണ്. പൂർണ്ണത അല്ലെ? പൂർണ്ണത കിട്ടുകയില്ലേ? ഇല്ല. പൂർണ്ണത കിട്ടണമെങ്കിൽ നിസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ വേറെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അതൊക്കെ വളരെ അല്ലേ, അതങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എത്രത്തോളം നിസ്കാരത്തിൽ അവന്റെ ശബ്ദം മുഴുവൻ കേന്ദ്രീകരിക്കുന്നുവോ അത്ര പ്രതിഫലം അതിനേക്കാൾ കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടൂല. അതിന്റെ സമ്പൂർണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ പൂർണ്ണമായും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് എത്രമാത്രം കുറവ് വരുന്നു അതനുസരിച്ച് കൂലി കുറയും. അതൊക്കെ ഇപ്പൊ നമുക്ക് ആർക്കും പറയാൻ വയ്യ. നിസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഒരു വക്കത്ത് അത് പൂർണ്ണമായ രീതി നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വക്കത്ത്. അതായതിന്റെ സ്ഥിതി. അങ്ങനെ തന്നെയാണല്ലോ എന്റെ സ്ഥിതി. ഇപ്പൊ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു നല്ല രീതിയിൽ നിസ്കരിക്കാതെ തോഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പഠിച്ചവന് ചെയ്ത നിസ്കാരമൊക്കെ അതിന് പോരായ്മയുള്ളതാണ് കാര്യം ഉറപ്പാണ്. പക്ഷെ അല്ലാഹു തആല അതൊക്കെ ക്ഷമിച്ച് പൊറുത്ത് അതിന്റെ പൂർണ്ണ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.
എന്നത് മതിയോ? അല്ല പരിപൂർണ രൂപം വേണ്ടി സലാമുൻ അലൈക്കും. സലാം അലൈക്കും. സലാമുൻ അലൈക്കും എനിക്ക് നോക്കണം. അവിടെ ഇമാം നബവി തങ്ങൾ റൗളയിലുണ്ട് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അത് നോക്കണം ഇൻഷാ അല്ലാഹ്. ഞാനത് ഏതൊക്കെയാണ് സലാമായിട്ട് പരിഗണിക്കപ്പെടുക, ഏതാണ് പരിഗണിക്കാത്തത് എന്നുള്ളത് ഇമാം നബവി തങ്ങൾ റൗളയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ല ഇപ്പൊ. ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ട് പിന്നീട് നാളത്തെ ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോവാൻ ഉദ്ദേശിക്കുന്നു. ശരിയാവാൻ ഉസ്താദ് ചെയ്യട്ടെ. അള്ളാഹു അതിന്റെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. റാഹത്തായ രീതിയിൽ നാട്ടിൽ പോയി നാട്ടിൽ റാഹത്തായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞ് ഹൈറായ സമയത്ത് തിരിച്ചു വന്ന് ജോലിയിലൊക്കെ പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഉപ്പ ഉണ്ടായിരിക്കെ വേറൊരാളെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നിക്കാഹ് കഴിഞ്ഞ് ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല, തലാഖ് ചൊല്ലി ഇദ്ദരിക്കണോ ഒക്കെയാണ്. ഉപ്പ ഉണ്ടായിരിക്കെ ഉപ്പാന്റെ വേറെ നിക്കാഹ് ചെയ്താൽ സഹിയാവുകയില്ല. സഹിയാവില്ല പറഞ്ഞാല് അതിന് പലതും കിട്ടപ്പോ ഒരു പ്രാഥമികമായിട്ട് അങ്ങനെ പറയാൻ പറ്റുക. ഉപ്പ ഉണ്ട്, ആ ഉപ്പാക്കാണെങ്കിൽ ബുദ്ധിക്ക് തകരാറൊന്നുമില്ല, അല്ലെ? ബുദ്ധിക്ക് തകരാറൊന്നുമില്ല, ഉപ്പാക്ക് ബുദ്ധിയൊക്കെ ശരിക്കുണ്ട്. അപ്പോ ഉപ്പ ഒക്കാലത്ത് കൊടുത്താൽ പറ്റും. ഉപ്പ സമ്മതം കൊടുക്കലല്ല, ഇത് വെച്ചുകൊടുക്കെങ്കിൽ സമ്മതമല്ല. ഈ ഉപ്പ വക്കാലത്താക്കി നിൽക്കുക. ഏത് ഒന്നുകിൽ വേറൊരാള്, അതിന് മകനെയോ അല്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പാനെയോ അല്ലെങ്കിൽ അഞ്ചനെയോ ജ്യേഷ്ഠനെയോ അല്ലെങ്കിൽ അന്യൊരാളെയോ ആരെയും വക്കാലത്താക്കാം. അതിന് പറയുകയാണ് ആ വക്കാലത്താക്കിയേ പറ്റും. അത് വക്കാലത്താക്കാതെ ഉപ്പ ഉണ്ടായിരിക്കെ മറ്റാൾ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ സഹിയാവുകയില്ല. അല്ലെങ്കിൽ പിന്നെ ഉപ്പ എന്ത് ചെയ്യുന്നില്ല, ഉപ്പാന്റെ അബാരത്ത് ഉപ്പ പിന്നെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന കാര്യം പാതിക്ക് സ്ഥിരപ്പെട്ടു നിൽക്കുക. അനുയോജ്യമായ ഒരു കാര്യം വന്നപ്പോ കുട്ടിക്ക് അങ്ങനെ അവിടെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുന്നില്ലപ്പ എന്ത് ചെയ്യുക, തടസ്സം ചെയ്യാണ്. അപ്പൊ ഇപ്പൊ അനുയോജ്യമായ കാര്യം വരുമ്പോൾ ഉപ്പ കെട്ടിച്ചു കൊടുക്കണില്ല എന്ന കാര്യം കാമിക്ക് ബോധ്യപ്പെട്ടു. എന്നാ പിന്നെ കാമിക്ക് കെട്ടിച്ചു കൊടുക്കാം. അതല്ലാത്ത അങ്ങനെ ഉപ്പാന്റെ ഭാഗങ്ങൾ മുടക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല, ഉപ്പ വക്കാലത്ത് കൊടുത്തിട്ടില്ല, ഇന്നല്ലാതെ വെറുതെ വേറെ ആള് നിക്കാഹ് കൊടുക്കാൻ പാടില്ല, നിക്കാഹ് കൊടുത്താൽ സഹിയാവുകയില്ല. നിക്കാഹ് കഴിഞ്ഞ് ഭാര്യയുമായി ബന്ധപ്പെടാത്ത തലാഖ് ചില്ല, എന്നാൽ എഴുതണ്ട, വേണ്ട, ഇതില്ല. തലാഖ് ചില്ലാണെങ്കിൽ പിന്നെ ഇതില്ല. ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് തലാഖ് ചില്ലാതെ എഴുതില്ല. നേരെ മറിച്ച് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചു നിൽക്കുക, എന്നാ എഴുതണ്ടേനും. വഫാത്തിന്റെ ഇദ്ദയുണ്ട്, തലാഖിന്റെ ഇദ്ദയില്ല. മനസ്സിലായിക്കണ? ഭാര്യ നിക്കാഹ് കഴിഞ്ഞൊക്കെ എന്ത് ചെയ്ത് ഭർത്താവിന് മരിച്ചു, ജിമാഅ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഭർത്താവ് മരിച്ചു. എന്നാൽ അവിടെ വഫാത്തിന്റെ ആയിട്ട് 4 മാസവും 10 ദിവസം ഇരിക്കണം. എന്നിട്ട് നാളെ വേറെ ആളെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ തലാഖ് എന്നാലോ ആൾക്ക് കെട്ടിക്കും ചെയ്യാം, അവിടെ ഇദ്ദയില്ല. ഇങ്ങനെ ഓരോ വിഷയത്തിനും കൃത്യമായ നിയമങ്ങളുടെ ദീന് വേറെ ഏതാണല്ലേ? വേറെ മാത്രം ഇങ്ങനെ നിയമമാക്കേണ്ടത്, ആ നിയമമൊക്കെ ആ നാട്ടിലത്തെ ഓരോ ആചാരങ്ങളായിരിക്കും, അല്ലെ? ഇതല്ല, ഓരോ വിഷയത്തിനും ആ ദീനിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ, ഇതിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ തന്നെ ആധികാരികമായി ഇതൊക്കെ സ്ഥിരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല ദീനിൽ അല്ലാതെ വേറെ അവിടെ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ഫ്രൈഡേ സലാം അക്കാദമി ക്ലാസ് ഉണ്ട് ദുബായിൽ, ഇശാക്ക് ശേഷം. എന്നിട്ട് എന്താ തോട്ടക്കാരൻ എന്താ ഉദ്ദേശിച്ചത്? സലാം അക്കാദമിന്റെ ക്ലാസ് നെക്സ്റ്റ് ഫ്രൈഡേ ദുബായിലുണ്ട്. ലൈവ് ഉണ്ടാവുന്ന എന്താ ഈ PM എന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ? ഇനി എത്ര ദിവസം ഉണ്ട്? ഇൻഷാ അല്ലാഹ് ലൈവ് ഉണ്ടാവുന്ന മാത്രമല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ഒരിക്കലും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാക്കവിയുടെ ക്ലാസ് നെക്സ്റ്റ് ഫ്രൈഡേ ദുബായ് സുന്നി സെന്ററില എവിടെയാണുള്ളത്? അത് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇടയ്ക്കൊക്കെ അവിടെ പരസ്യം കാണുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതെല്ലാം സംബന്ധിക്കുക, എവിടെയുള്ളത് അതിന്റെ എല്ലാവരും സംബന്ധിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ സൗകര്യമുണ്ടെങ്കിൽ ലൈവ് ഉണ്ടാവും, അല്ലെ? നമ്മുടെ ക്ലാസ് റൂമിൽ ലൈവ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.
സലാം ബാക്കവി ഉസ്താദിന്റെ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ ലൈവായിട്ട് കിട്ടിയിട്ട് കുറയില്ലേ. മൂപ്പര് അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം ഇവിടെ ലൈവായിട്ട് കൊടുക്കുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ മൂപ്പരുടെ ജുമാ എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള പ്രസംഗം ഇവിടെ പ്ലേ ചെയ്യുമെന്നല്ലാതെ അദ്ദേഹത്തിന് നേരിട്ടുള്ള ക്ലാസ് ഉണ്ടായിട്ടൊക്കെ കുറെ ആയി. അദ്ദേഹത്തിന്റെ ഐഡിയ ഇവിടെ ഇപ്പോഴും ഉണ്ട്, 24 മണിക്കൂറുണ്ട്. സലാം ബാക്കവി എന്നുള്ള ഐഡിയയിലല്ല, വേറെ ഐഡിയയിൽ ഇവിടെ ഉണ്ട് അദ്ദേഹം. എന്നാലും ഇതാരോ പേര് ചോദിച്ചു അവിടെ മുബറക്കലിൽ. അപ്പൊ അഴിഞ്ഞതാണെന്നപ്പോ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് മോശമല്ലേ അല്ലേ? അതാണ് മുപ്പത്താന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഐഡിയ ഇട്ടുന്നത്. അപ്പൊ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന മോശമാണോ? പിന്നെ സ്കൂൾ പഠനം ഇയാൾ പറഞ്ഞ അങ്ങനെ ചോദിക്കുന്നത് ഇല്ല. എന്നാലും അതൊക്കെ അറിയും. അതൊക്കെ പഠിക്കണേ ഇപ്പൊ സ്കൂൾ പഠിക്കൊന്നും വേണ്ടല്ലോ അല്ലേ? അതിപ്പോ നമ്മൾ റോഡ് മേക്കൂടെ നടന്നു പോകുമ്പോ അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കുക. റോഡ് മേക്കൂടെ നടന്നു പോകുമ്പോ സ്കൂളിന്റെ മുമ്പിൽ SCHO എന്നായിരിക്കണത്. അപ്പോ മനസ്സിലായി, സ്കൂളിന് SCHO എന്നാണ് സ്കൂളിന് എഴുതേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാലോ. അല്ലാതെ അപ്പൊ ഇങ്ങനെ സ്കൂൾ പഠനം ഉദരിപ്പെടുമോ? സക്കാത്ത് മകൾക്ക് കൊടുക്കാം. എന്തത് സ്കൂൾ പഠനം എഴുതപ്പെടുമോ? നിസ്കാരം കഥാക്കാൻ എഴുതണോ? ഇല്ല, നിസ്കാരം കഥാക്കാൻ സ്കൂൾ പഠനം എഴുതപ്പെടൂല. അതിന് ഉറക്ക് മറതി ഇത് മാത്രമേ എഴുതുള്ളൂ. നിസ്കാരത്തിന് എഴുതറേ നിസ്കാരം കഥാക്കാൻ എഴുതത്. കഥ ആക്കാനല്ല, കഥ ആവാനല്ലേ? കഥ ആക്കാണ്, കഥ ആക്കാനേ പറയാം. ഉറക്ക് മറതി വെളിപ്പെട്ടി ഒന്നില്ല നോക്കുമ്പോ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറന്നുപോയി, ആ സമയത്ത് നിസ്കരിക്കാൻ മറന്നുപോയി. അങ്ങനെ ഈ രണ്ടു എഴുതറേ നിസ്കാരം കഥാക്കാനുള്ളൂ. പിന്നെ സക്കാത്ത് മകൾക്ക് കൊടുക്കാമോ എന്ന് വെച്ചാല്, മകള് പിന്നെ പ്രായപൂർത്തിയെത്തിയ മകളാണ്, പ്രായപൂർത്തിയെത്തിയ അവൾ വിവാഹിതയായ മകളാണ്, അവർക്ക് സക്കാത്ത് കൊടുക്കാം. അവർക്ക് ചിലവർക്ക് നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങളുടെ മകൾക്കേ വിവാഹിതയായ മകളാണ്, അവർക്ക് ചെലവെടുക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധം ഇല്ല. അവൾ സക്കാത്തിന്റെ അവകാശിയാണ് നിൽക്കുക. ഫക്കീർ മിസ്കീന്മാരിൽ പെട്ടതോ അല്ലെങ്കിൽ കടമുള്ളവരോ ആ സക്കാത്തിന്റെ 8 അവകാശികളിൽപ്പെട്ട അവകാശിയാണ് അവൾ. എന്നാൽ നിങ്ങൾക്ക് അവൾക്ക് സക്കാത്ത് കൊടുക്കാം. ഇനിയും കുറെ ഉണ്ട്. ഇനിയിപ്പോ ഇൻഷാല്ലാ നമുക്കത് പിന്നെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിനിടയിൽ തുന്നി കൈകൊണ്ട് പൊത്തിപ്പിടിക്കുമ്പോൾ കയ്യിൽ നീർ ആവുകയാണ് എങ്കിൽ ഉളു മുറിഞ്ഞു. അതൊന്നും ഉളു മുറിയൊന്നുമില്ല. എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാല്? തുമ്മുമ്പോ കൈന്റെ വായന്ന് വരുന്ന നീരേ അല്ലെങ്കിൽ മൂക്കുന്ന വരുന്ന നീര് കൈമലായാൽ വിവാഹത്തിന് പൊടിയോ എന്തെങ്കിലും സാധനം പുറത്തിടുക, അല്ലെ അന്യ സ്ത്രീയെ തൊടുക, ഒന്നും മുറിയില്ല. മൂക്കൊലിച്ചാലൊന്നും ഒന്നും മുറിയില്ല. പിന്നെ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയാൽ നിസ്കാരം ശരിയാകുമോ? നിസ്കാരം ശരിയാകും. നെരിയാണിക്ക് താഴെ കരുതിക്കൂട്ടി വസ്ത്രം ഇറക്കൽ ഹറാമാണ്. നെരിയാണിക്ക് താഴെ കരുതിക്കൂട്ടി വസ്ത്രം ഇറക്കുക അതൊരു ഫാഷനാണ്. നമുക്ക് അത് എല്ലാം നിസ്കരിലേക്ക് വസ്ത്രം പോയിരുന്നാലും അവർ കുറ്റക്കാരനോ അറിയാതെ ഇറങ്ങിപ്പോയി. എന്നാൽ കുറ്റക്കാരനോ അല്ല, എങ്ങനെയാലും ശരി കരുതിക്കുട്ടിയാവട്ടെ കരുതിക്കൂട്ട അങ്ങനെ ഇരിക്കട്ടെ, എങ്ങനെ നിസ്കാരം ശരിയാകും. കരുതിക്കൂട്ടി അങ്ങനെ ചെയ്തു നിൽക്കുക ഒരു ഫാഷൻ എന്നാണ് നിലക്ക്. എന്നാൽ അത് ചെയ്ത ഹറാമാണ്, അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാകും. അതിലുള്ള കുറ്റം ഉണ്ടാകും, പക്ഷെ നിസ്കാരം സഹിയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ഖത്തറിൽ നിന്നാണ്. റാസൽ ഖൈമയിലുള്ള ഒരു തിരുവനന്തപുരത്തുകാരൻ ഇവിടെ ഖത്തറിൽ വിസിറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർ ആണെന്ന് പറയുന്നു. നിങ്ങൾ അറിയും. എന്താണ് സഹോദരന്മാർ നിങ്ങൾ എന്താ ഇങ്ങനൊക്കെ? ഇതിപ്പോ ഈ നേരത്താണിപ്പം ഇത് ചെയ്യാൻ ഇപ്പൊ ഫിഖ്ഹി സംബന്ധമായ വിഷയങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കുക അല്ലെ, ചില ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക, അതിനൊക്കെ സമയമില്ല ഇപ്പോ. ഈ പിന്നാടങ്ങൾ അറിയോ? നിനക്കറിയില്ല, ഏതായാലും അറിയില്ല.
തിരുവനന്തപുരത്തുകാരൻ ഇവിടെ ഖത്തറിൽ വിസിറ്റ് നമ്മുടെ പ്രവർത്തകർ ആണെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തുകാരൻ രാസലിന് എത്ര ആൾക്കാരുണ്ടാവും? എന്തെങ്ങനെയൊക്കെ ചോദിച്ചാല് തിരുവനന്തപുരത്തുകാരൻ ഇവിടെ വിസിറ്റ് നിങ്ങൾ അറിയാവുന്നേ. ഈ റാസലൈമിൽ തിരുവനന്തപുരത്തുകാർ എത്ര ആളുണ്ടാവും? അതുകൊണ്ടല്ലേ ആളെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഒന്നുമില്ല. തിരുവനന്തപുരത്തുകാരാൾ ഇവിടെ വിസിറ്റിന് വന്നിട്ട് നിങ്ങളെ അറിയുവാണ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹറാമായ ക്യാഷ് മാത്രമുള്ള ഒരാൾ സക്കാത്ത് കൊടുക്കണോ? ഹറാമായ മുതലിന് സക്കാത്തില്ല. ഹറാമായ മുതൽ ഒരാളെന്ത് ഹറാമായ മുതൽ ഒരുമിച്ച് കൂട്ടി സക്കാത്തിന് നിസാബത്തേക്ക് നിൽക്കുക, അയാൾക്ക് സക്കാത്തില്ല. കാരണം അത് അയാളുടെ സ്വത്തിലെ അയാൾക്ക് സക്കാത്തുള്ളൂ. ഒരാൾ സക്കാത്ത് കൊടുക്കണമെങ്കിൽ അത് അയാളുടെ കൈവശമുള്ള സ്വത്ത് കൊണ്ട് അതിലാണ് സക്കാത്തുള്ളത്. ഹറാമായ മുതൽ അയാൾക്ക് അവകാശപ്പെട്ടതല്ല, അതുകൊണ്ട് തന്നെ അതിന് സക്കാത്തും ഇല്ല. മനസ്സിലായല്ലേ? ഒരാൾ പലിശക്ക് പണം കൊടുക്കുന്ന ആളാണ്. എന്നിട്ട് ആ പലിശ പണമൊക്കെ പാടെ അയാൾക്ക് കിട്ടിയ പലിശപ്പണമൊക്കെ പാടെ പിന്നെ കൂട്ടിച്ചിട്ട് 1 കോടി രൂപ ഉണ്ട് നിൽക്കുക. 1 കോടി രൂപ ഉണ്ട്. അതിന് സക്കാത്ത് ഉണ്ടായില്ല. എന്താ കാരണം? അത് അയാളെ പണമല്ല, അതിന് സക്കാത്തില്ല. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ റുകൂഇൽ എത്തിയിട്ടും സൂറത്ത് ഓതി തീരുന്നുള്ളൂ വിധി? ഒരാൾ റുകൂഇൽ എത്തിയിട്ടും സൂറത്ത് ഓതി തീർന്നുള്ളൂ വിധി? മസ്ബൂഖിന്റെ ഫാത്തിഹ റുകൂഇൽ വെച്ചാണ് തീരുന്നത്. ഫാത്തിഹ സൂറത്ത് ഓതുന്നത് തന്നെ റുകൂഇൽ പോയാൽ വിധി? എന്തൊക്കെ എഴുതിക്കണത്? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇവിടെ ചില പള്ളികളിൽ സഫുകളുടെ ഇടയിൽ തൂണുകൾ ഉണ്ടെങ്കിൽ ആ സഫ് ഒഴിവാക്കി പിന്നിൽ നിൽക്കുന്നത് കാണുന്നു. മറ്റു മദ്ഹബ് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ മറ്റു മദ്ഹബിൽ ചിലപ്പോൾ നമ്മൾ ഷാഫി മദ്ഹബിൽ അങ്ങനല്ല. തൂണുണ്ട്, സഫിന്റെ ഇടയിൽ തൂണുണ്ട് വെച്ചത് സഫ് മുറിയുകയില്ല എന്നുള്ളതാണ്. ഒരു സഫിനെ കെട്ടി അതിന്റെ ഇടയിൽ ഒരു തടസ്സം വന്ന് നിൽക്കുക. ആ സഫിന്റെ ആ തൂണിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് 1ാം സഫായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ചില അറബികളൊക്കെ മറ്റു മദ്ഹബിൽ എന്തുകൊണ്ടെന്ന് അതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല. പിന്നെ എനിക്ക് വീട് വെക്കാൻ ഒരാൾ പൈസ കടം തന്നു, 1 വർഷം കഴിഞ്ഞു തിരിച്ചു കൊടുത്തിട്ടില്ല. എന്തിന്? അതിന് സക്കാത്തുണ്ടോ? ആരാണ് ഇത് കൊടുക്കേണ്ടത്? നിങ്ങൾ വേറെ ആൾക്ക് വാങ്ങിയല്ലേ അല്ലേ? നിങ്ങൾ വേറെ ആൾക്ക് അടുത്ത് നിന്നാണ് വാങ്ങിയത്. അത് നിങ്ങളുടെ മുതലല്ല, അത് മറ്റാളുതാണ്. നിങ്ങൾ വീട് വെക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് പണം വാങ്ങി. അപ്പൊ അത് നിങ്ങളല്ല അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് അയാൾക്ക് കിട്ടാനുള്ള പണമാണ്. നിങ്ങൾക്ക് പൈസ തന്ന ആൾക്ക് കിട്ടാനുള്ള പൈസയാണ്. കിട്ടാനുള്ള പൈസക്ക് സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് അതിന് സക്കാത്ത് അയാളാണ് കൊടുക്കേണ്ടത്, നിങ്ങളല്ല. ഇനി ഇൻഷാ അല്ലാഹ് കുറെ പിരിമിന് ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഒരുപാടുണ്ട്, കുറച്ചൊന്നല്ല, ഒരു